തന്നോടൊക്കെ ചോദിച്ച ചോദ്യങ്ങൾക്ക് മുകളിൽ കയറി വന്ന് സംസാരിക്കാൻ കഴിയില്ലാത്ത, ചുമ്മാതെ ഈ ഇവിടെ കൃത്യമായ രേഖകൾ ഉദ്ധരിച്ച് വായിക്കുന്ന കാര്യങ്ങൾ നുണയാന്ന് പറഞ്ഞ് എഴുതിയിടുന്ന നിനക്കൊക്കെ, അല്ലെങ്കിൽ താങ്കൾക്ക് എന്ത് ധാർമ്മികതയാണ് ഉള്ളത്? ആദ്യം അത് പറ. ഒന്നാമത്തെ കാര്യം, ഇവിടെ ഇപ്പം ലീ സിസ്റ്റർ പോകാൻ നോക്കിയിരിക്കുകയാണ്, കാരണം ഇത്രയും സംസാരിക്കാനായിട്ട്. കാരണം ലീ സിസ്റ്റർ ഇവിടെ എന്ത് നുണയാണ് പറഞ്ഞത്? ലീ സിസ്റ്റർ നിങ്ങളുടെ പിന്നെ ആധികാരികമായ ഗ്രന്ഥങ്ങളിൽ നിന്ന് മാത്രമാണ് ഇവിടെ വായിച്ചിട്ടുള്ളത്. ഇവിടെ അതേ പറയത്തുള്ളൂ, വായിക്കത്തുള്ളൂ. അല്ലാതെ ഈ നുണ പറയുന്ന ഇടപാടോ ചീത്ത വിളിക്കുന്ന ഇടപാടോ ഇവിടെ ഇല്ല. അതിനുവേണ്ടി നിങ്ങളെല്ലാവരും കൂടി ഒരാളെ പറഞ്ഞു വിട്ടിട്ടുണ്ടല്ലോ. അവൻ അയാളുടെ പണി കൃത്യമായിട്ട് ചെയ്യുന്നുമുണ്ട്. എല്ലാ സമയങ്ങളിലും വന്ന് വാങ്ങി വിളിച്ചിട്ട് പോകുന്നുണ്ട്. ഓക്കെ, താങ്കൾക്ക് സംസാരിക്കാൻ നട്ടലും ധൈര്യവും മുഹമ്മദിൻ്റെ അടിമ എന്നുള്ള ആ ഒരു ക്രെഡിറ്റും ഉണ്ടെങ്കിൽ കയറി വാ. സൺ ബ്രദറെ കണ്ടിന്യൂ ചെയ്തോളൂ. അത് കോഴിയാണെന്ന് തോന്നുന്നു. 8 ഫ്രണ്ട്സേ ഉള്ളൂ. ബ്രദർ പറഞ്ഞതന്നെ അത് ഒരു വലിയ വിഷയം എടുക്കണ്ടെന്ന് പറയാൻ ഉദ്ദേശിച്ച് പറഞ്ഞത്. കാരണം അത് മുമ്പ് ഇത് വേറെ ഒരു വിഷയത്തിൽ ചർച്ചയിൽ വന്നപ്പോ അവരിങ്ങനെയാണ് അത് പറയാൻ ശ്രമിച്ചത്. കാരണം അവർക്ക് അത് അങ്ങനെ പറഞ്ഞല്ലേ പറ്റുള്ളൂ. അപ്പൊ അവരങ്ങനെയാണെന്ന് പറഞ്ഞത് അതുകൊണ്ടായിരിക്കും. അതാ ഞാൻ പറയാൻ കാരണം. നുണയെ പറയത്തുള്ളൂ. അത് വായത്തെ നുണയല്ലേ പറയുള്ളൂ. അപ്പൊ അങ്ങനെ നമുക്ക് ആശ്വസിക്കാം. അല്ല, ഈ മുഹമ്മദിന് സീല് ചെയ്യുന്നതിന് പകരം മോതിരം ഉപയോഗിച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. ഈ മുഹമ്മദ് എഴുതുന്നോണ്ടാണല്ലോ മോതിരം ഉപയോഗിക്കുന്നത്, സീൽ ചെയ്യുന്നത്. അത് മനസ്സിലായില്ല. മോതിരം ഉണ്ടല്ലോ, മോതിരം. മുഹമ്മദിന് മോതിരം ഉണ്ട്. അതെ, അത് ലെറ്റർ അയക്കുമ്പോ അതില് സീല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ മോതിരം ഉപയോഗിച്ചിരുന്നെന്ന് ഹദീസ് ഞാൻ വായിച്ചിട്ടുണ്ട്. അതിനെന്താ പ്രശ്നം? അപ്പൊ എഴുത്തുമായനെ അറിഞ്ഞൂടാത്ത ഒരാള് സീൽ വയ്ക്കേണ്ട കാര്യം എന്തോ? അത് മുഹമ്മദ് എഴുതിയെന്ന് തെളിവല്ലേ, അതിന് വേണ്ടിട്ടല്ലേ വയ്ക്കുന്നത്. അപ്പൊ മുഹമ്മദ് എഴുത്തുമായനെ അറിയാവുന്നതാണല്ലേ സീലിന് പകരം മോതിരം ഉപയോഗിച്ചുകൊണ്ട് നടന്നത്. അല്ല, ആ സീലിന്റെ ഒരു ചിത്രം അവിടെ പതിക്കുക ഉദ്ദേശിക്കല്ല. നേരമുള്ള എന്തെങ്കിലും കുത്തിയിട്ട് അമർത്തുണ്ടാവും, അങ്ങനെ എന്തെങ്കിലും സംഭവങ്ങളായിരിക്കും. അല്ലാണ്ട് മുഹമ്മദ് എഴുതി അവിടെ വരുന്നില്ലല്ലോ. കെഫ് ബ്രദറെ, ആ സഹിബുക്കാരി 65 അതിന്റെയാണ് റെഫറൻസ്. മോതിരം ഉണ്ടാക്കണതൊക്കെ അതിൽ എഴുതിയിട്ടുണ്ട്. സമ്മതി ഇപ്പൊ ശരിക്കും എഴുതി തന്നെ കൂട്ടിക്കോ. പക്ഷെ അവരെങ്ങനെയാണ് പറയാൻ ശ്രമിക്കണെന്ന് ഞാൻ പറഞ്ഞു വന്നത്, വേറെ ഒന്നല്ല. അതാ ഞാൻ പറഞ്ഞ സംഗതിയൊക്കെ ശരിയാവും. പക്ഷെ അവരതിനെ ഡിഫെൻഡ് ഇങ്ങനെയാണ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു വന്നത്, വേറെ ഒന്നല്ല പറഞ്ഞു. അതാ പറയാൻ ശ്രമിച്ചത്. ഓക്കെ, ആഡംബരതൻ എന്താ പറയാനുള്ളത്? ആഡംബരമായി കിടന്നു. സുരേഷ് ബ്രദറെ, നമ്മൾ അന്ന് ചോദിച്ച ഇതുവരെ ആ ഹദീസ്, പിന്നെ നമ്മൾ ദിഹിയത്ത് കൽവിയുടെ ആ ലിംഗത്തിൽ വെള്ളം എടുത്ത് അടിച്ചു എന്നുള്ളതിൻ്റെ ഇതുവരെ ആരും വന്ന് പറഞ്ഞില്ല കേട്ടോ. അത് ചോദ്യം ഇപ്പോഴും നിൽക്കുക. അതെന്ത് സ്റ്റോറി? ഓക്കെ, അത് പിന്നെ പറയാം. ആഡംബരതൻ സംസാരിച്ചോളൂ. ഹലോ, കേൾക്കാമോ? കേൾക്കാം, പറഞ്ഞോളൂ. അല്ല, ഞാനൊരു അലി എന്ന് പറഞ്ഞൊരു സാറ് സംസാരിച്ചിട്ടും ഒരു മാത്യു അങ്ങനെ സാറ് സംസാരിച്ചിട്ട് ഇപ്പോഴൊക്കെ നോക്കിയപ്പോ വീണ്ടും കിടക്കുന്നത്. ഞാൻ അപ്പോഴ് ഈ അലി സാറ് പറഞ്ഞൊരു സംശയം ഒന്ന് ചോദിക്കാനാണേ. ഹലോ ബ്രദറെ, അലിസാർ പറഞ്ഞ കാര്യം സംശയം ഉണ്ടെങ്കിൽ അലിസാർ രാവിലെ വരുന്നുണ്ട്, നമുക്ക് ചോദിക്കാം. അല്ല, നിങ്ങളും കേട്ടതാണ്. അപ്പൊ അതിനെ കുറിച്ചൊരു വ്യക്തത വരുത്താണ്. ഒരു ഒറ്റ വാക്കിനെ കുറിച്ചൊരു സംശയമാണ്, അദ്ദേഹം പറഞ്ഞതിനെ കുറിച്ചാണ്. ഓക്കെ, സംസാരിച്ചോ. നിങ്ങളുടെ മറുപടി ആയാലും മതി. പറഞ്ഞോളൂ. അതായത് അലിസാറ് പറഞ്ഞ ഇപ്പം ഞങ്ങളിപ്പം പരിശുദ്ധ ഖുർആൻ എന്ന് പറയും, അതുപോലെ വിശുദ്ധ ബൈബിൾ എന്ന് പറയും. ഇപ്പൊ ഞങ്ങളാണെങ്കിൽ ഖുർആനൊക്കെ എടുക്കണമെങ്കിൽ ഒന്നുകിൽ ഉളു എടുത്തിട്ടായിരിക്കും. വലിയ ശുദ്ധിയുള്ള സാഹചര്യങ്ങളിലാണെങ്കിൽ അത് കുളിച്ചിട്ടേ ഈ പുസ്തകം എടുക്കാറുള്ളൂ. ഇദ്ദേഹം പറഞ്ഞ നിക്കറൊക്കെ ഇടുന്ന അങ്ങനെ വേണമെങ്കിലും എടുക്കാമെന്ന രീതിയിൽ ഒരു പരാമർശം നടത്തി. അങ്ങനെ വായിക്കാൻ പറ്റുമോ എന്നുള്ള അറിയാന്. ഒരു സെക്കൻഡ്. എന്റെ പ്രിയ കുട്ടി, പരിശുദ്ധ ഖുർആൻ എന്ന് പറഞ്ഞ എന്ത് പരിശുദ്ധിയാണ് ഖുർആനകത്തുള്ളത്? അല്ല, ഞാൻ ഈ ചോദിച്ചതിന് ഒരു ഉത്തരം പറയാം. കാരണം പുള്ളി പറഞ്ഞ നിക്കർ ഇട്ടുകൊണ്ട് വേണമെങ്കിലും നമുക്കത് വായിക്കാം. അല്ല, അതിനെന്ത് പരിശുദ്ധിയാണുള്ളത് ഖുർആന്? പരിശുദ്ധ ഖുർആൻ വായിക്കുന്നോണ്ട് മിസ്റ്റേക്ക് ഇല്ലയോ എന്ന്. നമ്മളിതൊക്കെ വളരെ ഇതായിട്ടാണ് വെക്കുന്നത് തന്നെയും വായിക്കുന്നതും ആ ഒരു ബഹുമാനം കൊടുത്താണ്. അപ്പം സാറ് പറഞ്ഞ അതിന്റെ കാര്യമില്ല, കുളിക്കുകയോ വായിക്കുകയോ കൈ കഴുകുകയോ അങ്ങനെയൊന്നും വേണ്ട. ഉദാഹരണത്തിന് അദ്ദേഹം പറഞ്ഞത് നിക്കർ ഇട്ടുകൊണ്ട് വേണമെങ്കിൽ അത് വായിക്കുന്നതിന് പ്രശ്നമില്ലെന്നുള്ളൊരു പരാമർശം നടത്തി. അങ്ങനെ വായിക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. അല്ലല്ല, ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ഈ പരിശുദ്ധ ഖുർആൻ എന്ന് പറഞ്ഞ എന്ത് പരിശുദ്ധിയാണ് ഖുർആൻ?
അത് അല്ല സാറേ, അവരുടെ വിശ്വാസത്തിന്റെ സാറേ ബദലാണ്. ഇതിന് അത് അവരുടെ എന്താണെന്നുള്ള അങ്ങനെ വിശ്വാസത്തിന്റെ. വായിക്കുന്നത് വായിക്കാറുണ്ടോ അല്ലെങ്കിൽ വായിക്കാൻ പറ്റുമോ എന്നറിയാനാണ്. അങ്ങനെ വായിക്കുന്നത് തെറ്റില്ലയോ എന്നുള്ളതാണ്. എന്നാല് ഞാൻ എന്റെ ജോലി സ്ഥലത്തേക്ക് എന്റെ ബൈബിള് കൊണ്ടുപോകാൻ, ഞാൻ പോകുന്ന സ്ഥലത്തെല്ലാം കൊണ്ടുപോകും. എന്റെ കയ്യിൽ എപ്പോഴും കാണും. അപ്പൊ ആ സമയത്ത് ഞാൻ ജോലി ചെയ്യുന്ന സമയത്ത് ആ ബൈബിൾ എടുത്ത് ഞാൻ ഡ്രസ്സ് ഊരി വെക്കുമ്പോൾ അതിന്റെ മുകളിൽ ആ സഞ്ചിയോട് കൂടി അവിടെ വെച്ചിരിക്കും. ആദ്യം സഞ്ചിയൊന്നും ഇല്ലായിരുന്നു, ബൈബിൾ മാത്രമേ ഉള്ളൂ. അപ്പൊ എന്റെ അടുത്ത് ചോദിച്ചു, ഈ ബൈബിള് ഇത് കേട്ടോളൂ, നിങ്ങൾ പറഞ്ഞു കേട്ടോളൂ, ആ സാർ. അതിന് ശേഷം പറയും. ആ സാർ. അപ്പം എന്റെ അടുത്ത് ചോദിച്ചു, എന്തിനാണ് കുഞ്ഞെ നീ ഇങ്ങനെയൊക്കെ കൊണ്ടുവന്ന് വെക്കുന്നത്? അപ്പൊ ഇത് അത്രത്തോളം നിങ്ങൾ ബഹുമാനിക്കുന്നില്ലേ? ഞാൻ ബഹുമാനിക്കുന്നു. പക്ഷെ അതെന്റെ തലയിൽ വെച്ച് കിടന്ന്, ഞാൻ തലയ്ക്കൽ വെച്ച് കിടന്നാലോ അലമാരി വെച്ചിരുന്നാലോ അല്ലാതെ ഞാൻ വായിച്ചാലോ എനിക്ക് അതിനകത്തൊന്നും കിട്ടത്തില്ല. എനിക്ക് വിശ്വസിക്കണം, വിശ്വാസം. അപ്പൊ അതിൽ പറഞ്ഞിരിക്കുന്ന ഓരോ വചനങ്ങളും ഞാൻ അതുപോലെ വിശ്വസിച്ചാൽ മാത്രമേ ദൈവം പ്രവർത്തിക്കത്തുള്ളൂ. അപ്പം നിങ്ങൾ പറഞ്ഞ് ഇപ്പൊ അശുദ്ധിയോടുകൂടി നിങ്ങൾ ഇതൊന്നും ചെയ്യരുതെന്ന് പറഞ്ഞു. ഓക്കെ, ഞാൻ സമ്മതിച്ചു. നിങ്ങൾക്ക് യഥാർത്ഥത്തില് തൂറ്റല് പിടിച്ചു. തൂറ്റൽ എന്ന് പറഞ്ഞാൽ അറിയാമോ? അറിയാം അറിയാം അറിയാം. അറിയാം. ഈ തൂറ്റല് പിടിച്ച് നിങ്ങൾ തൂറിക്കൊണ്ടേയിരിക്കുകയാണ്. അതായത് നിങ്ങൾക്ക് നിർത്തന്നതയില്ല. നിങ്ങൾ ആ ഇരിക്കുന്ന സ്ഥലത്ത് കിടന്ന് അയ്യോ അള്ളാഹു അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ദൈവത്തെ വിളിക്കുമോ? അത് വിളിക്കുന്നത് ശരിയാണോ? അല്ല, നമ്മള് പൊതുവെ ഈ ഞാൻ ബാത്റൂമിൽ ചോദിച്ചതിന് പോകുമ്പോൾ മാത്രം വിളിക്കാറില്ല. ബാക്കി എല്ലാ സമയം അങ്ങനെ അപ്പൊ അവിടെ ഈ ബാത്റൂമിൽ കയറുമ്പോൾ മാത്രമേ ഉള്ളൂ. കാരണം അവിടെ മാത്രം നമ്മൾ ഇടതിനെയാ മുന്തിക്കുന്നത്. ഇടത് കാൽ വെച്ചേ നമ്മൾ അവിടെ അപ്പൊ ഞാൻ കയറത്തുള്ളൂ. ബാക്കി എല്ലാം വലതാ. ചോദിച്ചതിന് മറുപടി തന്നില്ല. അതായത് ഇല്ല, നിങ്ങൾ അവിടെ വെച്ച് ബാത്റൂമിൽ വിളിക്കാറില്ല കയറുമ്പോൾ നമ്മള്. വിളിക്കത്തില്ല. പക്ഷെ ബാത്റൂമിൽ വെച്ച് അപ്പൊ നിങ്ങൾ ചിലർക്ക് തൂറ്റൽ പിടിച്ചു കഴിഞ്ഞാൽ നിൽക്കത്തില്ല. അത് ഇങ്ങനെ കണ്ടിന്യൂ പോയിക്കൊണ്ടിരിക്കും. അപ്പൊ നിങ്ങൾക്കാണെങ്കിൽ അത് ഇരിക്കാനും വയ്യ, നിൽക്കാനും വയ്യ, നിങ്ങൾ തളർന്ന് ആകെ അവശനായിരിക്കുമ്പോൾ നിങ്ങൾ അവിടെ ഒന്നും വിളിക്കത്തില്ല. സാറേ, നമ്മള് ഇപ്പം ബെഡ്റൂമിലൊക്കെയാണ് നമുക്ക് അങ്ങനെ ചെയ്യും. പക്ഷെ നമ്മള് ടോയ്ലറ്റിൽ കയറുമ്പോ അങ്ങനെ ഞാൻ ചെയ്യാറില്ല. ചോദിച്ചത് ടോയ്ലറ്റിൽ നമ്മൾ ആ അപ്പൊ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ചുരുക്കി ചിലപ്പം പറഞ്ഞാൽ വിളിക്കും. അത് മാറ്റിത്തരാൻ നിങ്ങളിപ്പോ വിളിക്കാറുണ്ട്. ആ അത് ബുദ്ധിമുട്ട് തെറ്റല്ലേ? മാറ്റിത്തരാൻ വേണ്ടി വിളിക്കാറുണ്ട്. അത് തെറ്റല്ലേ? ഇങ്ങനെ വിളിക്കുന്ന ബാത്റൂമിൽ വെച്ചിട്ട് അല്ല അള്ളാഹുവിനെ സാറേ, വിളിക്കുന്നത് നമ്മള് തെറ്റല്ലേ? പുസ്തകം കൈ കൊണ്ട് വെച്ചല്ലല്ലോ ഇങ്ങനെ. നമ്മൾ ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ കിടക്കുമ്പോ നമ്മുടെ കയ്യിൽ പുസ്തകം ഇല്ലല്ലോ, നമ്മള് വിളിക്കുകയല്ലേ. അല്ല അപ്പൊ ഞാൻ ചോദിക്കുന്ന അങ്ങനെയുള്ളവന്റെ അവനെ അകത്ത് കയറി ബാത്റൂമിന്റെ അകത്ത് നിസ്കരിക്കുന്നതിന്റെ ബാത്റൂമിന്റെ പുറത്ത് തൂറ്റിയിട്ട് അപ്പുറത്തുള്ള ബാത്റൂമിൽ കയറി കഴുകിയിട്ട് പോവാ. ഇവൻ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല, അവൻ ചവിട്ടി പോവാം. അല്ല സാറേ, അടുത്തത് വിളിക്കുന്നതല്ലല്ലോ നമ്മള്. നമ്മൾ അങ്ങനത്തെ ഒരു അത് ഞാൻ സാഹചര്യം പറയാൻ വരുന്നത് വരുന്നത് കൂട്ടുകാരാ. നമ്മൾ എപ്പോഴും അത് വരുന്നില്ലല്ലോ. അങ്ങനത്തെ ഒരു സാഹചര്യം എപ്പോഴും നമ്മൾ തൂറിക്കൊണ്ടിരിക്കുകയാണോ? ഓക്കെ അല്ലല്ലോ. ഓക്കെ. അതൊരു എത്ര വല്ലപ്പോഴും പേരുണ്ട് റെയർ വയറ്റിളക്കം കണ്ടീഷനിൽ വരുന്ന ഒരു പിടിച്ചിട്ട്? ഇൻസിഡന്റ് ആണ് അത്. ഇല്ലല്ല, എത്രയോ പേരുണ്ട് വയറ്റിന് സുഖമില്ലാതെ എപ്പോഴും സാറേ, അയാൾ ബാത്റൂമിൽ 24 പോയിരിക്കുന്ന എത്രയോ മണിക്കൂറും പേരുണ്ട്. കിടക്കുന്നില്ലല്ലേ. ഒരാൾക്ക് വല്ലപ്പോഴും ഒരിക്കൽ വരുന്നു, അതിനൊരു ഗുളിക വാങ്ങി അങ്ങനത്തെ അപ്പോഴേ നമ്മൾ ഗുളിക വാങ്ങിച്ച എന്തുവാ സാറേ അല്ല, അത്? അയാൾ ഇപ്പൊ ആ കാലഘട്ടത്തിൽ അങ്ങനൊന്നും ഇല്ലല്ലോ. അല്ല, നിങ്ങൾ പറയുന്ന കേൾക്ക് കൂട്ടരാ. ആ വ്യക്തി അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് വേദന സഹിക്ക വയ്യ, ആ മനുഷ്യന് തളർച്ച വരുന്നു, എല്ലാം ഇതാവുന്ന സമയത്ത് ഞാൻ ഇനി ബെഡ്റൂമിൽ പോയിട്ട് കുളിച്ച് അല്ലല്ലല്ല. ശുദ്ധമായിട്ട് വിളിക്കുമെന്ന് പറഞ്ഞാല് അല്ല സാറേ, അത് ഒരു കുറച്ചു നേരമല്ലേ നമ്മളൊരു ആ ബാത്റൂമിൽ എന്നാ സ്പെൻഡ് ഇനി ചെയ്യുന്നത്. ഇനി ഏറ്റവും കുറച്ച് ഇനി സമയമാണ് നമ്മൾ പറയട്ടോ, സ്പെൻഡ് ചെയ്യുന്നത്. ഇനി ഞാൻ പറഞ്ഞുതരാം. ഇനി ആ ഞാൻ സാർ. പറഞ്ഞുതരാം. ആ സാറേ. ഒരു മിനിറ്റ് അതായത് ഞാൻ ഒരു കാര്യം ബൈബിൾ ഒരു ചോദിക്കട്ടെ? മനുഷ്യൻ ഫ്ലൈറ്റിന്റെ ഉള്ളില് മറ്റേ ഈ അതായത് യാത്രക്കാർ കയറിക്കൊണ്ടിരിക്കുമ്പം ആ നടപ്പാതയിൽ നിന്നും നിസ്കരിക്കുന്ന ഒരാളെ പൈലറ്റ് വന്നിട്ട് മറ്റേ ഇല്ല, ഇത് അങ്ങനെ ചെയ്യണമെന്നൊന്നും മറ്റേ സീറ്റിൽ പറയുന്നില്ല കൊണ്ട് സാറേ. നിർത്തിയിട്ട് യാത്രയിൽ നിസ്കാര ശ്രദ്ധിക്കാൻ നിർബന്ധം ഇല്ല പഠിപ്പിക്കുന്ന സാറേ. സീൻ ഞാൻ കണ്ടു. യാത്രയിൽ നിസ്കാരമില്ല. നമ്മളൊരു യാത്ര ഒരു പോവുകയാണെങ്കിൽ സെക്കൻഡ്, അതിന് മുന്നേ ആ ഓക്കെ നിസ്കാരം ഒന്ന് ഓക്കെ നിസ്കരിച്ചിട്ട് ഓക്കെ പോവാം സാറേ. ആരും സമ്മതിച്ച് മൈക്കെടുക്കല്ലേ, സമ്മതിച്ച് മൈക്കെടുക്കല്ലേ, മൈക്കെടുക്കല്ലേ, മൈക്കെടുക്കല്ലേ. അച്ചുകുഞ്ചാൻ ചോദിക്കട്ടെ. ഇടയ്ക്ക് കയറാതിരിക്കും. അത് ഇടയ്ക്ക് കയറാതിരിക്കും പ്ലീസ്. ഞാൻ ഇടയ്ക്ക് നിങ്ങൾ കയറി കഴിഞ്ഞ് ഞാൻ മാറി നിൽക്കും. അങ്ങനെയാണ് സാധാരണ ഇന്നുവരെയും ചെയ്യുന്നത്. രണ്ടുപേരും സംസാരിച്ചാലാവത്തില്ല. അപ്പൊ എന്റെ പ്രിയ സ്നേഹിത, നിങ്ങൾ പറയുന്നത് നിങ്ങൾ പരിശുദ്ധ ഖുർആൻ എന്ന് പറഞ്ഞാൽ ഞാൻ ഇന്നുവരെയും പരിശുദ്ധി അതിൽ കണ്ടിട്ടില്ല. നിങ്ങൾ ഞങ്ങള് പറയുന്നത് വിശുദ്ധ മാത്രമേ ഉള്ളൂ ബൈബിൾ എന്നാണ് പരിശുദ്ധി പരിശുദ്ധി പറയുന്നത്. എന്ന്. അല്ലല്ല, ഞങ്ങൾ വിശുദ്ധ ബൈബിൾ എന്ന് പറഞ്ഞ നിങ്ങൾ പരിശുദ്ധി എന്ന് പറഞ്ഞാൽ ഖുർആനകത്ത് ഒരു പരിശുദ്ധി ഞാൻ കണ്ടിട്ടില്ല.
അതുകൊണ്ടാണ് നിങ്ങളടുത്ത് എന്ത് പരിശുദ്ധിയാണെന്ന് അല്ല സാറേ, ചോദിച്ചത്. അത് അത് കണക്കാണ് നിങ്ങൾക്ക് ചില ഉത്തരവില്ല. ഇസ്ലാമിലെ മതപുസ്തകങ്ങൾ ചിലരൊക്കെ ആൾക്കാരൊക്കെ ഈ ബൈബിളിനെ അങ്ങനെ കാണാറുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും കാണാറുണ്ട്. അതിലെ സിനിമാ അല്ല, നടൻ ബൈജു പറഞ്ഞ എനിക്ക് കണക്ക് നിങ്ങൾ കാണുന്ന ഓരോ എന്റെ മതക്കാരും അവരവരുടെ ദൈവമാണ് ലോകം സൃഷ്ടിച്ചതെന്ന് പറയും. ദൈവ സ്നേഹിത, ഇതെല്ലാരും എങ്ങനെയാണെന്നുള്ള നിങ്ങൾ ഒരു എങ്ങനെ കൺഫ്യൂഷൻ ഉണ്ട്. കണ്ടാലും എനിക്ക് പ്രയാസമില്ല. നിങ്ങൾ ഈ ബൈബിളിനെ എങ്ങനെ കണ്ടാലും എനിക്ക് പ്രശ്നമില്ല. പക്ഷെ എന്റെ അടുത്ത് ചോദിച്ചാൽ ഞാൻ ഇല്ല, ഞാൻ മറുപടി അങ്ങനെ പറയും. കാണാറില്ല സാർ, ഞാൻ അതിനെ അല്ല, വിശുദ്ധിയോടെ തന്നെ കാണുന്നത്. അല്ലല്ല, നിങ്ങൾ കാണാത്തതല്ല ഞാൻ പറഞ്ഞത്. ഞാൻ ചോദിച്ചത് ഈ ഖുറാൻ എന്ത് പരിശുദ്ധിയാണുള്ളത്? പരിശുദ്ധ ഖുറാൻ എന്ന് പറയുന്നതിനകത്ത് അതിനകത്ത് എന്ത് പരിശുദ്ധിയാണുള്ളത്? പരിശുദ്ധി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങള് അത് പരിശുദ്ധിയോടെയാണ് കാണുന്നത്. ദൈവിക വചനങ്ങൾ എന്ന രീതിയിൽ ആ ഒരു ബഹുമാനം കൊടുത്താണ് എ- നമ്മൾ അതിനെ എടുക്കുന്നത്, എന്താണ് ബുക്ക് പോലും ദൈവിക എടുക്കുന്നത്. വചനം? അല്ലല്ല, എന്താണ്? മറ്റുള്ളവരെ കൊല്ലുന്നതാണോ ദൈവിക വചനം? എന്താണ് അതിനകത്ത് ദൈവിക വചനം? മറ്റുള്ളവരെ കൊല്ലാൻ, ഒരു മനുഷ്യനെ കൊന്നു കഴിഞ്ഞാൽ എല്ലാവരെയും കൊല്ലുന്നതിന് തുല്യമെന്നാണ് ഞങ്ങൾ അങ്ങനെ യുദ്ധ അപ്പൊ സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അല്ലാതെ. ബഹുദൈവ വിശ്വാസികളെ കണ്ടെടുത്ത് വെച്ച് കൊല്ലണമെന്ന് പറഞ്ഞു. സാറേ, അതൊരു സന്ധിക്ക് ശേഷം, ആ വിലക്കപ്പെട്ട ആ സന്ധിയുടെ സമയം കഴിഞ്ഞതിന് ശേഷം അവർ നിങ്ങൾ ആക്രമിക്കുകയാണെങ്കിൽ, ആ ഒരു സന്ധി ഉണ്ടായിരുന്നു, ആ സന്ധിക്ക് ശേഷം, അതാണ് അവിടെ പറയുന്നത്, വിലക്കപ്പെട്ട മാസങ്ങൾക്ക് ശേഷവും എന്ന് പറയുന്നത്. അത് അതിന് മുന്നേ ഉള്ളത് ആരും വായിക്കാറില്ല, അതാ. അല്ലല്ല, മതം അള്ളാഹുവിനാകുന്നത് വരെയും നിങ്ങൾ ജിഹാദ് അല്ലെങ്കിൽ യുദ്ധം ചെയ്യണമെന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പൊ മതം എല്ലാ സ്ഥലത്തും ആയോ? സാറേ, അങ്ങനെയാണെങ്കിൽ ഈ ഇന്ത്യയിലായോ? ഈ ബൈബിളിലെ ചില വാക്യങ്ങളുണ്ടല്ലോ, ഈ ഞാൻ എവിടെ കേട്ടിട്ടുള്ളതാണ്, കർത്താവിന്റെ രാജ്യം വരണമേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ളവരെല്ലാം കൊന്നിട്ട് കർത്താവിന്റെ രാജ്യം വരണമെന്നല്ലല്ലോ. അതൊക്കെ നമുക്ക് സാമാന്യ ബുദ്ധിക്ക് അത് ചിന്തിക്കാവുന്ന ഞാൻ പറഞ്ഞുതരാം. ലോജിക്കുകളാണ്. അത് ഞാൻ പറഞ്ഞുതരാം. അത് കണക്കാണ് സ്വർഗരാജ്യം സാറേ വരണമെന്ന് പറഞ്ഞ ഉസ്താക്കന്മാർ ഇതിനെ ന്യായീകരിക്കുന്നത്. ഇപ്പൊ സാർ ഇതിനെ കുറിച്ച് പറയുന്ന കണക്ക് അയ്യോ, തന്നെ ഉസ്താക്കന്മാര് ആ ഇൻസിഡന്റ് ന്യായീകരിക്കും. ഇപ്പം എവിടെ ന്യായീകരിക്കുന്നു? സാറേ, ചന്ദ്ര സാർ ഇത് പറയാൻ പോകുന്നല്ലോ, അത് കണക്ക് തന്നെയാണ് തിരിച്ചു ആടമേ വരുന്നത്. മൈക്ക് മ്യൂട്ട് ചെയ്യൂ. ചോദ്യം ചോദിച്ച് മൈക്ക് മ്യൂട്ട് ചെയ്യൂ. ഉത്തരം പറഞ്ഞ ശേഷം മൈക്ക് എടുക്കൂ. ഓക്കെ, ഇടയ്ക്ക് കയറി സംസാരിക്കരുത്. അപ്പം എന്റെ പ്രിയ സ്നേഹിതൻ, നിങ്ങൾ ഈ പറയുന്ന നിങ്ങളുടെ പരിശുദ്ധിയൊന്നും അതിനകത്ത് കാണുന്നില്ല, ഒരു ഗ്രന്ഥത്തിനും കാണുന്നില്ല. നിങ്ങൾ ഈ വിജയത്തിന്റെ വാളിന്റെ തണലിൽ വായിച്ചിട്ടുണ്ടോ? അതാ, അങ്ങനെ ഒരു പുസ്തകത്തെ കുറിച്ച് കേട്ടിട്ടുണ്ട്. വായിച്ചിട്ടില്ല അല്ലേ? അപ്പൊ നിങ്ങളത് വായിച്ചിട്ടില്ല. ഞാൻ വായിക്കട്ടെ, കുറച്ച് വായിക്കട്ടെ. ഇല്ല, അങ്ങനത്തെ പുസ്തകങ്ങൾ ഒരുപാടുണ്ട് സാറേ, നമ്മൾ അങ്ങനത്തെ ഒന്നും വായിക്കാറില്ല. നമ്മളെ പഠിപ്പിക്കുന്നത് ഖുർആനും കുറെ ഹദീസുകളും. ഫാറ്റ് ഓഫ് ഉമ്മർ നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? ഇല്ല സാറേ, അതൊന്നും വായിച്ചിട്ടില്ല. അത് ഞാൻ ഒന്ന് വായിക്കട്ടെ. സാറേ, എന്റെ അതെന്തുവാണ്? പൊന്നു സ്നേഹിത, അത് ഉമ്മറിന്റെ പരിശുദ്ധമാണോ? എന്തുവാണ് സാറേ? അത് ഈ ഉമ്മറിന്റെ എന്തുവാണ് സാറേ? അത് ഉമ്മറിന്റെ ഉടമ്പടിയോ? ഫാറ്റ് ഓഫ് ഉടമ്പടി. ആരാണ് ഇതൊക്കെ വായിക്കില്ലെന്ന് പറഞ്ഞ് ഞാൻ ഞങ്ങളതൊന്നും വിശ്വസിക്കത്തില്ല. പഠിപ്പിക്കത്തില്ല സാറേ, അതൊന്നും ഞങ്ങൾ പഠിച്ചിട്ടില്ല. അങ്ങനെയൊന്നും അപ്പൊ പിന്നെ നിങ്ങൾ ഏതാണ് വായിക്കുന്നത്? അതാണ് ഞാൻ ചോദിച്ചത്. നിങ്ങൾക്ക് പരിശുദ്ധ ഖുർആൻ എന്ന് സാറേ, പറയാൻ പരിശുദ്ധി എന്തുണ്ടെന്ന് ചോദിച്ചാൽ ഞാൻ മുന്നേ പറയത്തില്ല. ഒരു തവണ പറഞ്ഞായിരുന്നു, ഞങ്ങളെ മദ്രസയില് ദീനിയാത്ത്, അമലിയാത്ത്, കായിദ, പിന്നെ യാസീൻ കാര്യങ്ങൾ, ഖുർആൻ ഒരു 5ാം ക്ലാസ് വരെ പഠിപ്പിക്കും. പിന്നെ ഹദീസുകൾ നമ്മളെ പഠിപ്പിക്കും. അല്ലാതെ നമ്മൾ അത് കഴിഞ്ഞിട്ട് പിന്നെ കൂടുതൽ സ്റ്റഡിയിലോട്ട് പോകുന്നില്ലല്ലോ. ഒരു മനുഷ്യന് ഇനി നിങ്ങൾ വിഷമം ചോദിച്ചതിന് വരാതെ ഞാൻ മറുപടി പറയാം. ഇന്നലെ ഇനി ഞാൻ എന്തായാലും ആ ചോദിച്ചതിന് മറുപടി കൊടുക്കട്ടെ. ഞങ്ങൾ ബൈബിൾ വായിക്കുന്നത് അപ്പം അലിപ്പാസ്റ്റർ പറഞ്ഞ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ബൈബിള് ഒരു മനുഷ്യൻ അവൻ ചിലപ്പം അവനൊന്നും ഇല്ലായിരിക്കും ചിലപ്പം ഇടാൻ. ചിലപ്പം അവന്റെ നിക്കർ മാത്രമേ കാണത്തുള്ളൂ. ചിലപ്പോൾ അവൻ എന്ത് ചെയ്യും, അത് ഇട്ടുണ്ടായിരിക്കും, അതിരുന്ന് എന്ത് ചെയ്യും, ബൈബിൾ എടുത്ത് വായിക്കും. ചില ഭിക്ഷക്കാരൊക്കെ റോഡ് സൈഡിലിരുന്ന് ബൈബിൾ വായിക്കുന്ന കണ്ടിട്ടുണ്ട്. ചില ഭിക്ഷക്കാര്. അതാൻ കേൾക്കുന്നുണ്ടോ? ഹലോ. കേൾക്കുന്നുണ്ട് സാറേ. ഓക്കെ. അപ്പം അവിടെ ഭിക്ഷക്കാരനിരുന്ന്, അല്ലെങ്കിൽ അവൻ എന്ത് ചെയ്യുന്നു, അവൻ പോയി വന്നിരുന്നിട്ട് അവൻ ഭിക്ഷയൊക്കെ അയച്ചു വന്നിരുന്നിട്ട് ചിലപ്പോൾ അവൻ എന്ത് ചെയ്യും, അവന്റെ ഇങ്ങനെ ഒരാൾ കൊടുത്തു കാണുമായിരിക്കും. ആ ബൈബിൾ അവിടെ ഇരുന്ന് വായിക്കുന്ന ഒരു വ്യക്തി. ഹലോ. ഒരു സെക്കൻഡ്, ഞാൻ ടെറസിന്റെ മേളിലേക്ക് പോട്ടെ. ഇവിടെ മറ്റുള്ളവർ ഉറങ്ങും. ഒരാൾക്ക് വിഷമം വന്നു കഴിഞ്ഞാൽ കുറെ സ്ത്രീകളെ കൊടുക്കുന്ന കേഫ് അങ്ങോട്ട് പോവല്ലേ, മൈക്ക് എടുക്കല്ലേ. ഇപ്പൊ മൈക്ക് എടുക്കല്ലേ.
അച്ഛൻ കുഞ്ചാന മൈക്ക് എടുക്കുന്നതിന് മുമ്പ് ഞാൻ ഈ ആഡമിനോട് ഒരു ചോദ്യം കൂടെ ചോദിച്ചു വെക്കുകയാണ്. കാരണം ഈ സൂറത്തുൽ തൗബ, അതായത് 9-ാം അധ്യായം യുദ്ധ സാഹചര്യത്തിൽ ഇറങ്ങിയ ഒരു പിന്നെ ഖുറാൻ പിന്നെ ആയത്താണോ? അതുകൂടെ ഒന്ന് പറഞ്ഞേക്കണേ, എന്നിട്ട് വേണം ബാക്കി കാര്യം പറയാനായിട്ട്. അല്ല സാറേ, തൗബ ഒരു പ്രധാന അധ്യായമാണെന്നറിയാം. അത് യുദ്ധസമയത്താണെന്നുള്ളത് കൃത്യമായിട്ട് അറിഞ്ഞൂടാ. അത് 9-ാമത്തെ അധ്യായമാണ്, അങ്ങനെ അറിയാം. അപ്പോൾ താങ്കൾ യുദ്ധ സാഹചര്യത്തിൽ മാത്രമേ ഇങ്ങനെയുള്ള കാര്യങ്ങളുള്ളെന്ന് പറഞ്ഞില്ലേ, അത് തെറ്റല്ലേ? അല്ല സാറേ, അത് ഓക്കെ ഏതൊക്കെയാണ് ഓക്കെ യുദ്ധസമയം ഓക്കെ എന്നറിയാം. ഓക്കെ അച്ഛൻ വെച്ചാൽ ഒരു നിമിഷം വെയിറ്റ് അച്ഛൻ വെച്ചാൽ സംസാരിക്കണം. കേൾക്കാമോ? ഞാൻ പറയുന്നത് കേൾക്കാമോ? കേൾക്കാം അച്ഛാ, ഹലോ. കേൾക്കാം. ആദം മൈക്ക് മ്യൂട്ട് ചെയ്യുക. അപ്പോഴ് ഞാൻ നേരത്തെ പറഞ്ഞു, ഞാൻ കേൾക്കാം. പോകുന്ന സ്ഥലത്തെല്ലാം ഞാൻ പോകുന്ന ആ മൈക്ക് ഒന്ന് മ്യൂട്ട് ചെയ്യൂ ആർബി. മൈക്ക് ആർബി മൈക്ക് മ്യൂട്ട് ഓക്കെ. ചെയ്തേ. സൗണ്ട് വരുന്നുണ്ട്, അതാ. ആദാമും അതുപോലെ സംസാരിച്ചു കഴിഞ്ഞിട്ട് മൈക്ക് മ്യൂട്ട് ചെയ്യണം. ഞാനും അതുപോലെയാണ് ചെയ്യുന്നത്. അറിയാതെ എങ്ങനെയാണ് സംഭവിക്കുന്നെങ്കിലേ ഉള്ളൂ. ഞാൻ ജോലി സ്ഥലത്ത് പോകുമ്പോഴും ഈ ബൈബിൾ കൊണ്ടുപോകുന്നു പറഞ്ഞു. ചിലപ്പം ജോലി ചെയ്ത് കഴിഞ്ഞ് ഞങ്ങൾ ബൈബിൾ എടുത്തുകൊണ്ട് വരുമ്പോഴായിരിക്കും ഞാൻ യേശുവിനെ കുറിച്ച് പറയുന്നത്. ഞാൻ എന്തിനാണ്, അപ്പൊ എൻ്റെ അടുത്ത് പലരും ചോദിച്ചു, എന്തിനാണ് അച്ഛൻ ഈ ബൈബിൾ കൊണ്ടുവരുന്നത്? അപ്പൊ ഞാൻ പറഞ്ഞ്, ഞാൻ പറയുന്നത് ശരിയാണെന്ന് നിങ്ങളെ കാണിക്കണം. നിങ്ങളെ കാണിക്കണം. അതിനു വേണ്ടിയാണ് ഞാൻ ബൈബിൾ കൊണ്ടുവരുന്നത്. ഞാൻ എൻ്റെ കയ്യിൽ നിന്നിട്ട് പറയുന്നതല്ല, ഇത് സത്യമാണെന്ന് തെളിവോടുകൂടി കാണിക്കാനാണ് ഞാൻ ബൈബിൾ കൊണ്ടുപോകുന്നത്. പിന്നെ മാത്രവുമല്ല, ചില സമയത്ത് ജോലി എനിക്ക് ഉച്ച കഴിഞ്ഞിട്ടാണ്, അല്ലെങ്കിൽ ചില സമയത്ത് താമസിച്ചാണ് നടക്കുന്നെങ്കിൽ ഞാൻ ബൈബിൾ ഇരുന്ന് ഒരു സ്ഥലത്തിരുന്ന് വായിക്കും. ചില മരത്തിന്റെ ചുവട്ടിലിരുന്ന് വായിക്കും. അപ്പൊ എനിക്ക് എവിടെ വായിക്കാൻ സൗകര്യമുണ്ടോ അവിടെ ഇരുന്ന് ഞാൻ വായിക്കും. അപ്പൊ ഇനി കുളിയെ കുറിച്ചാണ് ഞാൻ പറയാൻ പറഞ്ഞത്. നിങ്ങൾ ശരീരം വൃത്തിയാക്കുന്നു, നിങ്ങളുടെ ഹൃദയം മുഴുവൻ ദുഷ്ടത മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ ഹൃദയം മുഴുവൻ എന്താണ്? ദുഷ്ടത. മറ്റുള്ളവനെ കൊല്ലണം, മറ്റുള്ളവനെ ചതിക്കണം, മറ്റുള്ളവനെ അനാവശ്യം പറയണം. ഇതവിടെ വന്നിട്ട് പറയുന്നുണ്ടല്ലോ. നിഷു എന്ന് പറഞ്ഞ ഒരു കൂട്ടുകാരൻ ഇവിടെ വരും, വന്നിട്ട് ഈ മുഹമ്മദിന്റെ അതേ വാക്കുകൾ വിളിച്ചുവിടെ ഇതിനകത്ത് പറയാറുണ്ട്. അല്ല, ഈ ഇയാൾ ശരീരശുദ്ധി ചെയ്തിട്ട് ഈ പരിശുദ്ധം എന്ന് പറയുന്ന ഈ ഖുർആൻ എടുത്തിട്ട് ഈ മനുഷ്യൻ വായിച്ചിട്ട് എന്താണ് ആദാമെ പ്രയോജനമുള്ളത്? ആദാം പറഞ്ഞു തരും എനിക്ക്. ഞാൻ എന്ത് ചെയ്യുന്നു? എൻ്റെ ഗൃഹത്തെ ശുദ്ധി ചെയ്തു, കൂട്ടുകാരനെ എന്നെ പോലെ സ്നേഹിക്കുന്നു, അതുപോലെ അവനെ ചതിക്കാൻ പോകുന്നില്ല, അവൻ്റെ അടുത്ത് കള്ളം പറയാൻ പോകുന്നില്ല, ഒന്നും പറയാതെ പോയിരുന്നിട്ടാണ് എൻ്റെ ബൈബിളും എടുത്ത് ഞാൻ വായിച്ചു. ചിലപ്പോൾ എൻ്റെ ഡ്രസ്സ് ചിലപ്പോൾ ശരിയായിരിക്കത്തില്ല, കുറച്ച് മുഷിഞ്ഞിരിക്കുന്നുണ്ടായിരിക്കും. ചിലപ്പോൾ ഞാൻ എന്ത് ചെയ്തിട്ടില്ലായിരിക്കും, ഞാൻ ജോലി കഴിഞ്ഞ് വരുന്ന സമയത്ത് അത് ഞാൻ ഇത് കുളിച്ച് കാണത്തില്ലായിരിക്കും, കൈയും കാലും കഴുകിയിട്ടായിരിക്കും ഞാൻ വരുന്നത്. ആ വരുന്ന വഴിക്കാണ് ഒരു വ്യക്തിയോട് എനിക്ക് യേശുവിനെ കുറിച്ച് പറയണമെന്നായി. ചിലപ്പോൾ എൻ്റെ അടുത്ത് വന്ന് പറയാം, ഒന്ന് പ്രാർത്ഥിര് അച്ചായ എന്ന് പറഞ്ഞാൽ ഞാൻ അപ്പം കുറച്ച് ദൈവവചനം പറയേണ്ടി വന്നാൽ ബൈബിൾ എടുത്ത് വായിച്ച് കേൾപ്പിച്ച് അവരെടുത്ത് പറയും. ഓക്കെ, ഞാൻ അത് ചെയ്യുന്നു. എന്നാൽ ഈ പറയുന്ന നിഷുവിനെ പോലുള്ള ഒരു വ്യക്തി ഈ നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും, ഈ ഇതിനകത്ത് വന്ന അനേകം പ്രാവശ്യം ഇതിനകത്ത് അനാവശ്യങ്ങൾ പറയാൻ വേണ്ടി കയറി വന്നിട്ടുണ്ട്. ഞാൻ പ്രിയപ്പെട്ട സഹോദരിയെ അനാവശ്യങ്ങൾ പറയുന്ന കേൾക്കാം. ഞാൻ ചോദിക്കുകയാണ്, ഈ വ്യക്തി വളരെയധികം ശുദ്ധി ചെയ്ത് കഴുകി വൃത്തിയായതിനു ശേഷം വന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ നിങ്ങൾ പറയുന്ന പരിശുദ്ധി, ഞാൻ പരിശുദ്ധി കാണുന്നില്ല കേട്ടോ, ആ പരിശുദ്ധ ഖുർആൻ എടുത്തു വെച്ചിട്ട് ഈ നിഷു വായിക്കുക. ഇതിൽ എന്താണ് മഹത്വം ഉള്ളത്? ഒന്ന് പറഞ്ഞു തരുമോ? അതാ സാറേ, ഏതായാലും മനസ്സ് നന്നാവാതെ ഒരാള് ഒരിക്കലും നന്നാവത്തില്ല. അന്യരെ വെറുപ്പോടെ കാണുകയോ അവരുടെ പ്രവർത്തികളെ മുൻധാരണയോടെ തെറ്റിദ്ധരിക്കുകയോ ഒക്കെ ചെയ്താൽ നമ്മൾ ഏത് വേദഗ്രന്ഥം വായിച്ചിട്ടും കാര്യമില്ല. ലോകത്തിറങ്ങിയ നമ്മളെല്ലാവരെയും സ്നേഹിക്കുക, ആരോടും തെറ്റിയാതിരിക്കുക, പിന്നെ ജനിച്ചപ്പം കിട്ടിയ വിശ്വാസം എല്ലാവർക്കും ഉള്ളത്, അത് വെച്ച് ഞാൻ ചോദിച്ചതിന് ആരെയും മറുപടി പറഞ്ഞല്ല. ഉപദ്രവിക്കാതിരിക്കുക, അങ്ങനെ ഞങ്ങൾ ചെയ്യുന്നത്. അല്ലല്ല, ഈ നിഷു കുളിച്ച് വൃത്തിയായി അവൻ ഉതുവെല്ലാം ചെയ്തിട്ടാണ് വന്നിരുന്ന് ഖുർആൻ വായിക്കുന്നത്. അവന്റെ ഹൃദയം മുഴുവൻ എന്താണ്? ഈ അശുദ്ധിയും ഒരാള് കുളിച്ചത് ദുഷ്കർമ്മവും. കൊണ്ടോ വൃത്തിയായത് കൊണ്ടോ മനസ്സ് മലിനമാണെങ്കിൽ എന്ത് വായിച്ചിട്ടും കാര്യമില്ല സാറേ. അപ്പൊ മനസ്സിലായല്ലോ.
അതാണ് അലിപ്പാസ്റ്റർ പറഞ്ഞത്. അതായത് മറ്റൊന്നുമല്ല പറഞ്ഞത്, നിങ്ങളുടെ ഹൃദയത്തെ ശുദ്ധി ചെയ്തുകൊണ്ട് നിങ്ങൾ അല്ല ശുദ്ധരായിരുന്നുകൊണ്ട് സാറ് നിങ്ങൾ അങ്ങനെയല്ല പറഞ്ഞ. ചിലപ്പം ആ ഒരു വാക്കൊന്നും പറഞ്ഞില്ല സാറ്. പറഞ്ഞ് ആർക്കും എപ്പോഴും എന്നുള്ള രീതിയിലാ പറഞ്ഞത്. ഏത് സാഹചര്യത്തിന് അങ്ങനെ അല്ല ഇങ്ങനൊന്നും പറഞ്ഞൊന്നുമില്ലായിരുന്നു. അല്ല ഞാൻ ചോദിച്ചത്, ഞാനിപ്പോ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായോ? ഞാൻ പറഞ്ഞു തന്നത്, ഞാൻ പോകുന്ന സ്ഥലത്ത് ഞാൻ ചിലപ്പോൾ കുളിക്കത്തില്ല. ഞാൻ ജോലി കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും, ഞാൻ കൈകാലുകളെല്ലാം കഴുകിയിട്ടായിരിക്കും വരുന്നത്. വന്നിട്ടായിരിക്കും, വരുന്ന സമയത്തായിരിക്കും ചിലപ്പം എനിക്ക് കുറച്ച് കൂടുതൽ പോകാനുണ്ട്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും, ചിലപ്പോൾ വന്നിരുന്ന് കുറച്ചു നേരം വിശ്രമിക്കും. വിശ്രമിക്കുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു അതൊന്ന് ബൈബിൾ വായിക്കണമെന്ന്. ഞാൻ പലപ്പോഴും ഇരുന്ന് വായിച്ചിട്ടുള്ള ആളാണ്. അങ്ങനെ എൻ്റെ ജീവിതത്തിൽ എൻ്റെ എങ്ങനെയാ അത് പറയുന്നത്, ഞാൻ ഒരു പെൺകുട്ടിയെ നോക്കി. ഞാൻ എൻ്റെ ജീവിതത്തിൽ 24 പെൺകുട്ടികളെ നോക്കി. 25ാമത്തെ പെൺകുട്ടിയാണ് എൻ്റെ ഭാര്യയായിട്ട് വന്നത്. ഒരു ദിവസം ഞാൻ വിവാഹം കഴിച്ച പെൺകുട്ടിയെ നോക്കി കഴിഞ്ഞതിന് ശേഷം 6 മാസമായിട്ടും അവർ വിവാഹം നടത്താമെന്ന് പറഞ്ഞതല്ലാതെ ഒരു തീരുമാനവും വന്നില്ല. അങ്ങനെ ഞാൻ ഒരു ദിവസം ബൈബിൾ ഇരുന്ന് ഈ മരച്ചോട്ടിലിരുന്ന് വായിക്കുക, ചൗക്ക മരത്തിന്റെ അടിയിലിരുന്നിട്ട് വായിക്കുമ്പോൾ ഇങ്ങനെയാ പറഞ്ഞത്, നീ പ്രാർത്ഥിച്ചത് കിട്ടിയെന്ന് അങ്ങ് വിശ്വസിക്കണം, എന്നാൽ നിനക്ക് കിട്ടി. അപ്പം ഇത് വായിച്ചു കേട്ടപ്പോൾ എൻ്റെ മനസ്സിൽ ഞാൻ അവിടെ ഇരുന്ന് വിശ്വസിച്ചു. ഞാനപ്പം നിങ്ങൾ പറഞ്ഞതുപോലെ കുളിച്ച് ശുദ്ധമായി വന്നിരുന്നിട്ടല്ല ഞാൻ വായിക്കുന്നത്. നിങ്ങൾ പറഞ്ഞ മനസ്സിലാക്കിയോ? പക്ഷെ എൻ്റെ ഹൃദയത്തിൽ എന്തുണ്ട്? ശുദ്ധിയുണ്ട്. മറ്റുള്ളവനെ ചതിക്കുകയോ വഞ്ചിക്കുകയോ മറ്റുള്ള കള്ളം പറയാൻ നടക്കുകയോ യാതൊരു ഇതുമില്ല. മൊത്തം എന്തെങ്കിലും പറഞ്ഞാൽ ക്ഷമിക്കുക. അപ്പം എൻ്റെ ദൈവത്തോട് ഞാൻ ഇരുന്ന് വായിച്ച സമയത്ത് ദൈവം പറഞ്ഞത് എന്താണ്, നീ പ്രാർത്ഥിച്ചത് കിട്ടിയെന്ന് വിശ്വസിക്കണമെന്ന്. ഞാൻ അവിടെ ഇരുന്ന് അതുപോലെ വിശ്വസിച്ചു. പിന്നെ ഒരിക്കൽ പോലും ഞാൻ ഇന്ന് കണ്ടുവന്ന പെൺകുട്ടി ഞാൻ വിവാഹം കഴിക്കത്തില്ല, എനിക്ക് സംശയം, അങ്ങനെ ഒരു സംശയമേ എനിക്ക് തോന്നിയില്ല. എനിക്ക് ആ പെൺകുട്ടി തന്നെയാണ് ഞാൻ നോക്കി. ഒരു വർഷം കഴിഞ്ഞാണ് എൻ്റെ വിവാഹം നടക്കുന്നത്. ഒരു വർഷം. അപ്പൊ എന്ത് പറയുന്നു ആദാം, എന്ത് പറയുന്നു? ഞാൻ സാറേ ഈ ബൈബിൾ ഞങ്ങള് വായിച്ചതിൽ എന്താണ് തെറ്റുള്ളത്? അല്ല തെറ്റില്ല സാറേ. ഞങ്ങള് പൊതുവേ ഈ ഓക്കെ. പള്ളികളിൽ ഖുർആൻ ഇനി ഇങ്ങനെ നിങ്ങൾ സ്റ്റാൻഡുകൾ സംസാരിച്ചോളൂ. വെക്കാറുണ്ട്. ഹലോ ഓക്കെ. സാറേ, ഞങ്ങള് പലരും ഖുറാൻ മാത്രമല്ല അല്ല സാറേ, ഞങ്ങള് ബൈബിള് വായിക്കുന്നത് പൊതുവെ സ്റ്റാൻഡിന്റെ പുറത്ത് വെച്ചിരിക്കും. മദ്രസകളില് പറഞ്ഞോളൂ. മദ്രസകളില് വീടുകളില് ഇങ്ങനെ ഖുർആൻ കൊണ്ട് നടക്കാറില്ല. ആരും കയ്യിൽ വെച്ചിരിക്കുകയോ അങ്ങനെയൊന്നും കൊണ്ട് നടക്കാറില്ല. യാത്രകളിലൊക്കെ ദൂരയാത്രയൊക്കെ പോകുന്നവർ ചിലപ്പം കൈ വെച്ചിരിക്കും. അല്ലാതെ കയ്യിൽ എപ്പോഴും ഇങ്ങനെ ഖുർആൻ കൊണ്ട് നടക്കാറില്ല. വീടുകളിലോ പള്ളികളിലോ കാണും. പിന്നെ നമുക്ക് ഓൾറെഡി കാണാതെ സൂറത്തുകൾ അറിയാവുന്നതുകൊണ്ട് ചിലപ്പോഴൊക്കെ ഖുർആന്റെ കാര്യവും ഇല്ല. ഓക്കെ. എന്നാ സൂറത്ത് അറിയാമല്ലോ, 2:93 ഒന്ന് പറയാമോ? 2:93 ഖുറാൻ ആവശ്യമില്ലല്ലോ, സാറേ, ഒന്ന് പറഞ്ഞു. അങ്ങനെ വലിയ സൂറത്തുകൾ കാണാതെ പഠിക്കത്തില്ല. കൊച്ചു കൊച്ചു സൂറത്തുകൾ, യാസീൻ കാണാതെ അറിയാം. പിന്നെ താഴെ തൊട്ടുള്ള ഫാത്തിഹ തൊട്ടുള്ള കൊച്ചു കൊച്ചു സൂറത്തുകൾ അറിയാം. അല്ലാതെ ഇത് 294 വാക്യമുള്ളതാണെന്ന് തോന്നുന്നു ഈ ബക്ര. 286 വാക്യം. അതെ. ഇത് ഏറ്റവും വലിയ സൂറത്താണ്. അതുകൊണ്ട് അതൊന്നും കാണാതെ പഠിക്കാൻ നമുക്ക് പറ്റത്തില്ല. ഓതി പോകത്തേ ഉള്ളൂ. ബുക്ക് അല്ലെ, എടുത്ത് ഓതും. വാക്യങ്ങള് ചിലപ്പം പരിഭാഷ എടുത്ത് വായിക്കും. 31,000 ചില്ലുവാനും വാക്യങ്ങളുണ്ട്. ചില സ്ഥലത്തൊക്കെ എനിക്ക് പെട്ടെന്ന് ചോദിച്ചാൽ വാക്യത്തിന്റെ ഇരിക്കുന്ന സ്ഥലം ഏതെങ്കിലും വാക്യങ്ങളൊക്കെ ഇടയ്ക്ക് എല്ലാം ഓർമ്മ വരും. ഓക്കെ. ഞാൻ ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഒന്ന് മനസ്സിലാക്കണം, ഒരു ബൈബിൾ അവനെടുത്ത് അവന്റെ ഹൃദയത്തിന്റെ ശുദ്ധിക്കാണ് ആ ബൈബിൾ വായിക്കുന്നതിനകത്തുള്ളത്. അവൻ ഒരു ശുദ്ധിയില്ലാതെ ദുഷ്ടത ചെയ്തുകൊണ്ട് അവൻ കുളിച്ചു വന്ന് മറ്റേ എന്തെല്ലാം ശുദ്ധിയും ചെയ്തിട്ട് വന്നിരുന്ന് വായിച്ചിട്ട് യാതൊരു കാര്യമില്ല എൻ്റെ പൊന്ന് കൂട്ടുകാരാ. അതാ അവന്റെ ഹൃദയശുദ്ധിയോടുകൂടി അവൻ ഇരിക്കുന്ന, അവന്റെ ഡ്രസ്സ് ചിലപ്പോൾ മുഷിഞ്ഞതായിരിക്കും, അല്ല, ഈ അല്ലെങ്കിൽ അവൻ ചിലപ്പോൾ സാഹചര്യം എവിടെ കാണത്തില്ല. ഞാൻ വായിച്ചിട്ടുണ്ട്, അവരുടെ ഹൃദയങ്ങളിലേക്ക് നോക്കാൻ പറഞ്ഞൊരു വാചകം ഉണ്ടെന്ന് തോന്നുന്നു ബൈബിളില്. അങ്ങനെ എന്തോ ഉണ്ട്. ഒരു മനുഷ്യനെ അങ്ങനെയാണ് ഐഡന്റിഫൈ ചെയ്യേണ്ടത്. ആഡം ഓക്കെ, ഞാൻ വിശ്വസിക്കുന്നുണ്ടോ നിർത്തുന്നു. ബൈബിളിനകത്ത്? ഞാൻ ആഡം നിർത്തുന്നു. വിശ്വസിക്കുന്നുണ്ടോ ഞാൻ ബൈബിളിനകത്ത്? നിർത്തുന്നു. ആഡം വിശ്വസിക്കുന്നുണ്ടോ ബൈബിള്? ആഡം വിശ്വസിക്കുന്നുണ്ടോ ബൈബിള്? താങ്കൾ ഖുറാനല്ലേ വിശ്വസിക്കുന്നത്? താങ്കൾ ഖുറാൻ എവിടെ മനുഷ്യരെ സ്നേഹിക്കാൻ എവിടെ പഠിപ്പിക്കുന്നത്? ഖുറാനകത്ത് ഒരായത്തൊന്ന് കാണിച്ചു. ഖുറാനകത്ത് മനുഷ്യരെ സ്നേഹിക്കാൻ, അന്യമനുഷ്യരെ സ്നേഹിക്കാൻ എവിടാണ് അള്ളാഹു, അറബി മാത്രം അറിയാവുന്ന അള്ളാഹു പറയുന്നത്? ഒന്ന് പറയാമോ? ആഡമേ, ഖുറാൻ മാത്രമല്ല, അറബി മാത്രം അറിയാവുന്ന അള്ളാഹു പറഞ്ഞിരിക്കുന്ന ഖുറാനകത്ത് മനുഷ്യരെ സ്നേഹിക്കുവാൻ എവിടാണ് പറയുന്നത്?
ഉണ്ടോ എവിടെങ്കിലും? കൊച്ചു കുഞ്ഞുങ്ങളെ ശിശുഭോഗം ചെയ്യുവാൻ അനുവാദം കൊടുക്കുന്ന ഖുർആൻ 65:4 കുഞ്ഞുങ്ങളെ സ്നേഹിക്കുവാൻ എവിടെങ്കിലും പഠിപ്പിക്കുന്നുണ്ടോ? കൊച്ചു കുഞ്ഞ്, ജനിച്ചു വീണ കുഞ്ഞിനെ പോലും ലൈംഗികമായിട്ട് ഉപയോഗിക്കുവാൻ അനുവാദം കൊടുക്കുന്ന ഖുർആനകത്ത് എവിടെയാണ് അള്ളാഹു മനുഷ്യരെ സ്നേഹിക്കുവാൻ പഠിപ്പിക്കുന്നത്? സാറേ, കൊച്ചുകുട്ടികളുടെ പറഞ്ഞില്ല, അത് ഖുർആനിൽ ഏത് സൂറത്താണെന്ന് 65:4 സൂറത്തുൽ തലാഖ് 65:4. 65:4. അതെ, നിങ്ങളുടെ സ്ത്രീ. അതെ 65:4. സാറേ, അത് അങ്ങനെയല്ല സാറേ. അത് ചില സ്ത്രീകൾക്ക് മെൻസസ് ഇല്ല, അവരുടെ കാര്യം ഉദ്ദേശിച്ചത്. അയ്യോ, ഇതൊക്കെ എന്തുവാ ആര് സാറേ പറഞ്ഞു? ഇതൊക്കെ? ആരാ താങ്കളോട് ഇത് പറഞ്ഞത്? അയ്യോ, ആരാ? ഞങ്ങളൊക്കെ പഠിച്ചിട്ടുള്ളതല്ലേ ഇതൊക്കെ. ആഹാ, അയ്യോ, താങ്കൾ പഠിച്ചിട്ടുള്ളതാണോ? ഒന്ന് വായിച്ചേ അതൊന്ന്. പിന്നെ അൽ തലാഖ്, വായിച്ചു വിവാഹമോചനം, ആർത്തവത്തെ കുറിച്ച് നിരാശപ്പെട്ടിരിക്കുന്ന സ്ത്രീകളുടെ കാര്യത്തിൽ നിങ്ങൾക്ക് സംശയം ലഭിക്കുന്ന പക്ഷം അവരുടെ യുദ്ധ കാലാവധി 3 മാസമാണ്. തീരെ ആർത്തവം ഉണ്ടാകാത്ത അവിടെ നിർത്ത്. ഒന്നാമത്തെ ഗ്രൂപ്പ് ഏതാ? അത് ആർത്തവം നിലച്ചിട്ടുള്ളവർ, ശരിയല്ലേ? ഒന്നാമത്തേത് എന്ന് പറഞ്ഞാൽ ഒരു 10-60 വയസ്സിൽ മേളിൽ കയറിയവർക്ക് ആർത്തവം നിലക്കും. അവിടോട്ട് പോകാം. നെക്സ്റ്റ് അവിടോട്ട് പോവുക. ആർത്തവം പഠിപ്പിച്ചിട്ടുള്ളതായത് ഏത് തഫ്സീറുകാരനാണ് താങ്കളെ പഠിപ്പിച്ചത്? ഏത് തഫ്സീർ എഴുത്തുകാരൻ? ഞാൻ ജലാലയന്റെ തഫ്സീർ എടുത്തിട്ടാണ് വായിക്കാൻ ഇനി അങ്ങോട്ട് പോകുന്നത്. ഏത് തഫ്സീർ? താങ്കളെ പഠിപ്പിച്ചാരാ? മൃഗങ്ങളാണോ പഠിപ്പിച്ചത്? പുള്ളി ആളായിരുന്നോ? പുള്ളി ആളാണോ? പുള്ളിക്ക് എവിടുന്നാണ് കിട്ടിയത്? പുള്ളിക്ക് എവിടുന്നാണ് ഇത് കിട്ടിയത്? പരിഭാഷ അതാ വായിക്കാൻ പോകുന്നത്. സൂറ 65:4 ആർത്തവത്തെ പറ്റി നിരാശപ്പെട്ടിട്ടുള്ളവരുടെ ആദമേ, ഇടയ്ക്ക് കയറല്ലേ പ്ലീസ്. താങ്കൾക്ക് അവസരം തരും. മെഡിക്കൽ കണ്ടീഷൻ കാണിക്കേ. പുസ്തകത്തിൽ ഷോ മീ ഫ്രം ദ ബുക്ക്. സാറേ, ഇതെല്ലാം വിവർത്തനത്തിൽ എഴുതി വെക്കാൻ. ഷോ മീ ഫ്രം ദ ബുക്ക്. ഞാൻ വായിക്കാം. തഫ്സീർ അൽ ജലാലൈൻ. ആഡമേ, എനിക്കറിയാം ഇത് ശിശുഭോഗം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഇത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. കാരണം നിങ്ങളുടെ പണ്ഡിതന്മാർ ഇന്നും ഇത് ചെയ്യുന്നുണ്ട്. തഫ്സീർ അൽ ജലാലയൻ സൂറ 65:4 പറ്റി എന്താണ് പറയുന്നത് എന്ന് സൂക്ഷിച്ച് നമുക്കൊന്ന് വായിച്ചു നോക്കാം. അപ്പം കാര്യങ്ങളെ പിടികിട്ടും. കാരണം ഇസ്ലാമിക ലോകം ആഡമിന്റെ അനുസരിച്ചല്ല നടക്കുന്നത്. ഇസ്ലാമിക ലോകം ഇസ്ലാമിന്റെ പണ്ഡിതന്മാരനുസരിച്ചാണ് നടക്കുന്നത്. ഇതിനെപ്പറ്റി തഫ്സീർ അൽ ജലാലയൻ എന്ത് പറയുന്നു? നിങ്ങളുടെ സ്ത്രീകളിൽ ഇനിയും ആർത്തവം പ്രതീക്ഷിക്കാത്തവർ അവരുടെ കാത്തിരിപ്പ് കാലയളവിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ അവരുടെ നിശ്ചിത കാത്തിരിപ്പ് കാലയളവ് 3 മാസമാകുന്നു. കുഴപ്പമില്ല, ഞങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല. വെയിറ്റിംഗ് പീരീഡ് അടുത്ത നിക്കാഹിന് വേണ്ടി, ഒരു നിക്കാഹ് കഴിഞ്ഞതിന് ശേഷം, സെക്ഷൽ ഇന്റർകോഴ്സ് കഴിഞ്ഞതിന് ശേഷം അടുത്ത നിക്കാഹിന് വേണ്ടി വെയിറ്റിംഗ് പീരീഡ് 3 മാസമാകുന്നു. കുഴപ്പമില്ല. കൂടാതെ ഇതുവരെ ആർത്തവം ഉണ്ടാകാത്തവർക്ക് അവരുടെ ചെറുപ്രായം കാരണം സഹോദര അബ്ദുള്ളേ, അതാണ് താങ്കളുടെ പുസ്തകത്തിലെ ശിശുഭോഗം കാണിക്കുക. കൂടാതെ ഇതുവരെ എന്തോ ജലാലയന്റെ തഫ്സീറാണ്. ജലാലയനായാലും ജലീലിനും ഇപ്പൊ നാളെ ഒരെണ്ണം എഴുതി കഴിഞ്ഞാൽ ജലീൽ എഴുതുമ്പോ ഞാൻ വായിക്കാൻ പറ്റുമോ? ഇല്ല, ഇസ്ലാമിക ലോകം അത് എടുക്കത്തില്ല. ഇസ്ലാമിക ലോകത്തിനകത്ത് അത് അവരുടെ സ്കോളേഴ്സ് ഉണ്ട്. ആ സ്കോളേഴ്സ് എഴുതുന്നതാണ് ആ സാധനത്തെ പറ്റി പറയുന്നത്. കാരണം ഇത് മുഹമ്മദ് കാണിച്ചതാണ് ശിശുഭോഗം. മുഹമ്മദിൽ ഉത്തമ മാതൃകയുണ്ട് എന്ന് സൂറ 33:21 പറയുന്നത് കൊണ്ട് മുഹമ്മദ് ശിശുഭോഗം കാണിച്ചതാണ്. ഇനി ഇത് വായിക്കാം.
കേൾക്കൂ കൂടാതെ ഇതുവരെ ആർത്തവം ഉണ്ടാകാത്തവർക്ക് അവരുടെ ചെറുപ്രായം കാരണം അവരുടെ കാലാവധി 3 മാസമായിരിക്കും. ആണ് സാറേ, അത് രണ്ടു ചിലർക്ക് കാണത്തില്ല. കേസുകളിലും അതായത് അവർക്ക് ഈ അവരുടെ ഇണകൾ ജന്മനാ തന്നെ ഇവർക്ക് ഇങ്ങനെ കാണത്തില്ല. കമന്ററി വേണ്ട. ആദം മിണ്ടായിരുന്നു, ഒരാൾ മൈക്ക് വിടി. സംസാരിക്കുന്നതിന് മണ്ടേ കയറി സംസാരിക്കാതിരുന്നേ. നിങ്ങൾ എന്തി കാണിക്കുന്നേ? നിങ്ങൾക്ക് ആഡമിന് വായിച്ച് പറയാനുണ്ടെങ്കിൽ ആഡമിന് നിങ്ങൾ അവസരം തരും. നിങ്ങൾക്ക് നിങ്ങളുടെ പുസ്തകത്തിനകത്തോ ആധികാരിക ഗ്രന്ഥത്തിനകത്തോ എഴുതി വെക്കുന്ന കേൾക്കുമ്പോൾ തന്നെ വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇത്ര അസ്വസ്ഥ എന്താണ്? സാറേ, നിങ്ങൾ പരിഭാഷ അവിടെ ആർക്കും എഴുതിക്കൂടെ സാറേ? എനിക്ക് നാളെ ഒരു പരിഭാഷ എഴുതിയ പിന്നെ അതിനെ നിങ്ങൾ വെച്ചിട്ട് ഇങ്ങനെ എഴുതിയേക്കുന്നെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അതെങ്ങനെയാണ്? നിങ്ങൾ ഞങ്ങളെ മിണ്ടായിരുന്നേ. പഠിപ്പിച്ചിട്ടുള്ള അങ്ങനെയല്ല, ഞങ്ങൾ നിങ്ങൾ പഠിച്ചിട്ടുള്ളതും അങ്ങനെയാണ്. പഠിച്ചതല്ലോ ഇവിടെ ആവശ്യം. നിങ്ങൾ പഠിച്ചതൊക്കെ നിങ്ങൾ മനസ്സിൽ വെച്ചാൽ മതി. നിങ്ങളുടെ ആധികാരിക ഗ്രന്ഥങ്ങൾ, നിങ്ങളുടെ ഖുറാൻ, ഇതൊക്കെ പറയുന്നത് നിങ്ങൾ അല്ല. അപ്പൊ ഈ പരിഭാഷപ്പെടുത്തിയവരൊക്കെ പൊട്ടന്മാരാണോ? നിങ്ങൾ ആദമിന് മാത്രമേ ഉള്ള അറിവ്, അതോ ഇയാളെ മദ്രസയിൽ പഠിപ്പിച്ച പൊട്ടന് മാത്രമേ ഉള്ള അറിവ്? ഇവിടെ സാറേ, എഴുതി എന്നെ പഠിപ്പിച്ച വെച്ചിരിക്കുന്നൊക്കെ ബാഫയ്ക്ക് ഡിഗ്രിയൊക്കെ ഉള്ള ആഡമേ ആളാ. ഡിഗ്രി എടുക്കാനാണെങ്കിൽ ഏത് ഡിഗ്രി ആണെങ്കിൽ ഞങ്ങൾക്ക് പ്രശ്നമല്ല. മുഹമ്മദ് ശിശുഭോഗം ചെയ്തിട്ടുണ്ടോ? മുഹമ്മദ് ശിശുഭോഗിയായിരുന്നോ? സാറേ, ആദമേ, ഇതൊക്കെ വെച്ച് മുഹമ്മദ് വായിക്കുകയാണെങ്കിൽ ശിശുഭോഗിയായിരുന്നോ? മറ്റു ഗ്രന്ഥങ്ങളും ഒക്കെ എടുത്തു മുഹമ്മദ് കഴിഞ്ഞാൽ ഞെട്ടിപ്പോകുന്ന കാര്യങ്ങളൊക്കെ ശിശുഭോഗിയായിരുന്നോ? ഉണ്ട്. മുഹമ്മദ് ശിശുഭോഗിയായിരുന്നോ? നിങ്ങളുടെ പ്രവാചകനായ മുഹമ്മദ് ശിശുഭോഗിയായിരുന്നോ? സാറേ, അങ്ങനെ വായിക്കാനാണെങ്കിൽ ഇപ്പൊ എല്ലാ ഗ്രന്ഥങ്ങളിൽ നിന്നും എടുത്ത് അങ്ങനെ ഒരുപാട് എല്ലാ കാണത്തില്ലേ സാറേ? ഗ്രന്ഥങ്ങളല്ല, ഇപ്പം ഖുറാനാണ് ഇവിടുത്തെ വിഷയം. മുഹമ്മദ് ശിശുഭോഗിയായിരുന്നോ? ഞാൻ പറയാം ഉത്തരം നാസറിനെ. സാറേ, ഇങ്ങനൊക്കെ വ്യാഖ്യാനിച്ച എന്തുവേണമെങ്കിലും ലോകത്ത് ആർക്കും വ്യാഖ്യാനിച്ചൂടെ? ഇത് ഞാൻ ഞങ്ങൾ വ്യക്തമായി ഞങ്ങളെ വ്യാഖ്യാനിക്കുന്നില്ല പഠിപ്പിച്ച സഹോദര, നല്ല ഞങ്ങൾ അറിയാവുന്ന കാര്യങ്ങൾ ഹിസ്റ്റോറിക്കൽ ഇതൊക്കെ. തെളിവാണ് പറയുന്നത്. ഹിസ്റ്റോറിക്കൽ തെളിവ്. നിങ്ങളുടെ അള്ളാഹു എന്ന് പറയുന്ന അറബി മാത്രം അറിയാവുന്നെന്ന് ഞാനല്ല പറയുന്നത് കേട്ടോ. ഇത് നിങ്ങളുടെ മുജാഹിദ് ബാലുശ്ശേരിയാണ് പറയുന്നത്. അള്ളാഹുവിന് അറബി മാത്രമേ അറിയത്തുള്ളൂ. അത് ഞാൻ പിന്നെ കേൾപ്പിക്കാം. അള്ളാഹു എന്ന അറബി ദേവനാണ് പറയുന്നത് ആർത്തവം നിലച്ചിട്ടുള്ളവരുടെ ഇദ്ദയുടെ വിഷയത്തിൽ 3 മാസം, 60-65 വയസ്സിന് ശേഷം ഈ വിഷയം സാർ മെനോപോസിലേക്ക് എത്ര കയറിയത് 3 പറഞ്ഞാലും മാസം. അങ്ങനെയല്ല. ഞങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നത് അത് നിങ്ങൾ അങ്ങനെയല്ല. പറഞ്ഞിട്ട് സാർ അങ്ങനെ കാര്യമില്ലല്ലോ. നിങ്ങളുടെ വായിക്കുന്നെങ്കിൽ പുസ്തകത്തിൽ അത് അങ്ങനെ അങ്ങനെ എഴുതി വായിച്ചോ. വെച്ചിരിക്കുന്നത്. നിങ്ങളുടെ പുസ്തകത്തിൽ ഞങ്ങളെ അങ്ങനെയാണ് എഴുതി സാറേ, വെച്ചിരിക്കുന്നത്. പുസ്തകത്തിൽ അങ്ങനെയല്ല സാർ എഴുതി വെച്ചിരിക്കുന്നത്. ആണ് അങ്ങനെ തന്നെ. ഞങ്ങളെ പഠിപ്പിക്കുന്നത് അങ്ങനെ. എവിടെ നിന്ന് പഠിപ്പിച്ചു? അവനെ പഠിപ്പിച്ചെന്ന് എവിടെ നിന്ന് പഠിപ്പിച്ചു? ആരാ പഠിപ്പിച്ചത്? ഇത് ആരാ താങ്കളെ ഇത് പഠിപ്പിച്ചത്? അത് പറഞ്ഞേ, താങ്കളെ ഇത് ആരാ പഠിപ്പിച്ചു? അങ്ങനെ അല്ല നാസറിനെ അല്ല, ഇതിനേക്കാളും രസം ഈ ഇവരുടെ വ്യാഖ്യാന ഗ്രന്ഥങ്ങൾ എഴുതിയവരെക്കാളും വലിയ പണ്ഡിതന്മാരാണല്ലോ ഇവരുടെ ആൾക്കാർ. ഇവരെ പഠിച്ച എങ്ങനെയാണ്? ഇവിടെ പഠിച്ചാ നമ്മളിവിടെ കേൾക്കാൻ വന്നിരിക്കുന്നത്. ഇവര് പഠിച്ചൊന്നും ഞങ്ങൾക്ക് കേൾക്കണ്ട. നിങ്ങളുടെ പുസ്തകത്തിൽ നിന്നാ. നിങ്ങൾക്ക് തോന്നിയൊക്കെ വ്യാഖ്യാനിക്കാൻ നിങ്ങളാരാ? നിങ്ങൾക്ക് വല്ല പാണ്ഡിത്യം തന്നിട്ടുണ്ടോ ആദമിനെ? എന്തോ പറയാനെന്ന് പറയണേ. എന്തൊരു നാണക്കേടാണ്. അല്ല. ഇങ്ങനെ വെറുതെ സമയം കളയുകയല്ലാതെ ഇവരെ കൊണ്ട് പുസ്തകം വെച്ച് നട്ടല്ലോടെ സംസാരിക്കാൻ എന്തോ ആർത്തവത്തിന്റെ ഇഷ്യൂ വരുന്ന ചിലരുണ്ട്, ആർത്തവം വരാത്തവർ ചിലരുണ്ടെന്ന്. ഏതാ? കണ്ടീഷൻ ആണെന്ന് പോലും. അവിടെ കണ്ടീഷൻ ഒന്നും എഴുതിയിട്ടില്ല. അവിടെ ആ കണ്ടീഷനെ പറ്റി പറയുകയേ അല്ല. മനസ്സിലായോ? മെൻസ്ട്രുവേഷൻ വരാത്തവരുടെ കണ്ടീഷനെ പറ്റി അല്ല പറയുന്നത്, ശിശുഭോഗത്തെ പറ്റിയാണ് പറയുന്നത്, കൊച്ചു കുഞ്ഞുങ്ങളെ പറ്റിയാണ് പറയുന്നത്. കാരണം ആ ജലാലേൻ്റെ തഫ്സീർ നിങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ അവിടെ സ്കോളേഴ്സ്, ആ മുഹമ്മദിന്റെ കൂട്ടത്തിലുള്ള സഹാബിമാര് ആ മുഹമ്മദിനോട് ഇത് ചോദിക്കുന്നുണ്ട്, ഇവരെ പറ്റി എന്താണ് ചെയ്യേണ്ടത്. അപ്പോഴാണ് മുഹമ്മദ് ഉത്തരം പറയുന്നത്. ഈ വിഷയത്തിൽ എന്താണ് പറയുന്നത്? അവിടെ പറയുന്നത് ഇങ്ങനെയാണ്. അവരുടെ കൂടാതെ ഇതുവരെ ആർത്തവം ഉണ്ടാകാത്തവർ അവരുടെ ചെറുപ്രായം കാരണം അവരുടെ കാലാവധി 3 മാസമായിരിക്കുന്നു. 2 കേസുകളിലും അവരുടെ ഇണകൾ മരിച്ചവരല്ലാത്തവർക്ക് ബാധകമല്ല. എന്തെന്നാൽ അവരുടെ പിന്നീട് അവരുടെ കാലയളവ് വാക്യത്തിൽ നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്നു. അവർ 4 മാസവും 10 ദിവസവും. സൂറ 2:234 റെഫറൻസ് കൊടുത്തിട്ടാണ് ജലാലിന് ഇത് പറയുന്നത്. പിന്നെ 3ാമത്തെ കാറ്റഗറി ഓഫ് സ്ത്രീകളെ പറ്റി പറയുന്നതാണ് ഗർഭിണികളായവർ.
അവരുടെ കാലാവധി വിവാഹമോചനം നേടിയാലോ അല്ലെങ്കിൽ അവരുടെ ഇണകൾ മരിച്ചാലോ അവർ പ്രസവിക്കുന്ന സമയമായിരിക്കും. അവരുടെ ഇതാക്കാലം എന്ന് പറയുന്നത് പ്രസവകാലം മാത്രമായിരിക്കും. പ്രസവിച്ചു കഴിയുമ്പോൾ അവർക്ക് വേറെ നിക്കാഹ് ചെയ്യാം. വല്ലവനും അല്ലാഹുവിനെ ഭയപ്പെടുന്ന പക്ഷം അവന് ഇഹത്തിലും പരത്തിലും അവന് കാര്യങ്ങൾ ആയി കൊടുക്കുന്നതാണ്. എന്നിട്ട് ലാസ്റ്റിൽ ഒരു പൂട്ടിന് വീര ഇടുന്നത് പോലെ ഒരു വിവരക്കേട് ലാസ്റ്റിൽ പറഞ്ഞു വെച്ചിട്ടുമുണ്ട്. എന്നിട്ട് ആദം ഇവിടെ എല്ലാ മതത്തിലും ഒരുപോലെയല്ലേ, എല്ലാ മതത്തിലും സ്നേഹമല്ലേ, ഞങ്ങളേതിലും സ്നേഹമാണ്. എവിടെ? ഇന്ത്യ സ്നേഹം കാണിക്കേ, ഖുറാനകത്തുനിന്ന് കാണിക്കേ അന്യവിശ്വാസികളെ സ്നേഹിക്കണമെന്ന്. അള്ളാഹു പറയുന്നില്ല അന്യവിശ്വാസികളെ സ്നേഹം. അള്ളാഹു പറയുന്നത് എന്താണ്? സൂറ 9:123 അള്ളാഹു പറയുന്നത്, നിങ്ങളുടെ അയൽവക്കത്ത് താമസിക്കുന്ന സത്യനിഷേധികളോട് നിങ്ങൾ യുദ്ധം ചെയ്യുകയും അവർ നിങ്ങളിൽ രൂക്ഷത കണ്ടെത്തുകയും ചെയ്യണം. സൂറ 9:123. സത്യവിശ്വാസികളെ, നിങ്ങളുടെ അടുത്ത് താമസിക്കുന്ന സത്യനിഷേധികളോട് നിങ്ങൾ യുദ്ധം ചെയ്യുക, അവർ നിങ്ങളിൽ രൂക്ഷത കണ്ടെത്തണം. അള്ളാഹു സൂക്ഷ്മത പാലിക്കുന്നവരോടൊപ്പമാണ്, നിങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യുക. എവിടെ മനുഷ്യനെ സ്നേഹിക്കാൻ പറയുന്നത്? നാസറീൻ പല കാര്യങ്ങളും വ്യാഖ്യാനിച്ച് തെറ്റിച്ച് കളയുന്നുണ്ട്. നാസറിന് അങ്ങനെ വ്യാഖ്യാനിക്കരുത്. അങ്ങനെ അല്ല അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. അതെന്താ മനസ്സിലാക്കാതെ ഈ വ്യാഖ്യാനം നടക്കുന്നത്? ഈ രൂക്ഷത പ്രവർത്തിക്കണം അവർ അല്ലല്ല, ഞാൻ നാസറിന്റെ കാര്യം തന്നെ പറഞ്ഞേ. നസറിന്റെ കാര്യം, നമ്മുടെ നസറിൻ ബ്രദറിന്റെ കാര്യം പറഞ്ഞേ. അച്ചങ്കുച്ചാന് ട്രോൾ എന്തുവാണെന്ന് അച്ചങ്കുച്ചാന് ഇത്രയും നാളും വർഗീസച്ചാന്റെ കൂടെ ഇരുന്നിട്ട് അച്ചങ്കുച്ചാന് ട്രോള് മനസ്സിലായില്ല. ആ നാസറിൻ ബ്രദറെ, ഈ അയൽവാസിയോട് രൂക്ഷത പ്രവർത്തിക്കണം എന്നൊക്കെ പറയുന്നത് അത് അവരോടുള്ള ശത്രുതയൊന്നുമല്ല, അവരോടുള്ള ദേഷ്യം കൊണ്ട് രൂക്ഷതയൊന്നുമല്ല. അവരോട് കഴുത്തിറക്കുമ്പോൾ കാരുണ്യത്തോടെ ഇറക്കണം. മുഹമ്മദ് പറഞ്ഞിട്ടാണെങ്കിൽ ആ കഴുത്തറപ്പ് എന്ന് പറയുന്നത് കാരുണ്യമാണെന്നാണ് മുജാഹിദ് ബാലുശ്ശേരി പറയുന്നത്. അപ്പൊ എന്ത് ചെയ്യണം? മുടിയെ പിടിക്കുക, കഴുത്ത് പുറമോട്ടാക്കിയിട്ട് പതുക്കെ കുറേച്ച് ഇങ്ങനെ ഒറ്റ വെട്ടിനൊക്കെ പോയി കഴിഞ്ഞാൽ അവൻ പെട്ടെന്ന് ചത്തുപോകത്തില്ലേ? അത് ചെയ്യരുത്. പതുക്കെ അറുത്ത് കോഴിയുടെ തല ഇറക്കുന്ന പോലെ പതുക്കെ അറുത്തിങ് എടുക്കണം. അതാണ് കാരുണ്യം. ആ കാരുണ്യം കാണിക്കണമെന്ന് എഴുതി വെച്ചേക്കെ നിങ്ങൾ ഇങ്ങനെ വ്യാഖ്യാനിച്ച് അത് രൂക്ഷതയാണ് എന്നൊക്കെ പറയാൻ പറഞ്ഞു. എന്തൊരു അന്യായമാറ്റ ആസറിനെ അങ്ങനെ ഒന്നും വ്യാഖ്യാനിക്കാതെ. അങ്ങനെ ഒന്നും അല്ല ഞങ്ങൾ പഠിച്ചേ. ഞങ്ങൾ പഠിച്ചൊക്കെ ഇങ്ങനല്ല, അങ്ങനല്ല. ആ ബ്രദേഴ്സെ, എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്. ആദമിന് വേണ്ടിയിട്ടാണ്. ആദം കുറച്ചു മുമ്പ് പറഞ്ഞു ഇങ്ങനെ നമ്മൾ കുളിച്ചിട്ടാണ് ഖുറാൻ വായിക്കേണ്ടതെന്ന്. അപ്പൊ അതിന് വേണ്ടി ഞാൻ നമ്മുടെ ചാറ്റ് ബോക്സിൽ ഇട്ടിട്ടുണ്ട്. അതില് ഫസ്റ്റ് ഞാൻ വായിക്കാൻ പോണത് രണ്ട് ഹദീസാണ്, ചെറിയ ഹദീസാണ്. സുനിൽ സാറെ, ഒരു വാക്ക് ഈ ഒരു തിരുത്ത് പറയാണ്. കുളിച്ചിട്ട് വായിക്കുകയല്ല, വായിച്ചിട്ട് കുളിക്കണം വൃത്തിയാവണമെങ്കിൽ. അതാണ്. അല്ല, ആദം പറഞ്ഞതാണ് കുളിച്ചിട്ട് നമ്മൾ വായിക്കണമെന്നേ. അപ്പൊ ഞാൻ വായിക്കാൻ പോണത് ജാമ്യ തിരുമിതി 68 ചാറ്റ് ബോക്സിൽ ഇട്ടിട്ടുണ്ട്. ലെറ്റ് നൺ ഓഫ് യു യൂറിനേറ്റ് ഇൻ സ്റ്റിൽ വാട്ടർ ആൻഡ് ദെൻ പെർഫോം വൂദു. അപ്പൊ വൂദു ചെയ്യുന്നതിനെക്കാട്ട് മുമ്പ് ഒരു കാരണവശാലും നിങ്ങൾ ആ വെള്ളത്തിലേക്ക് മുള്ളാൻ പാടില്ല. അത് ജാമ്യ തിരുമിതി 68. പക്ഷേ സൂനൻ നസൈ 326 എന്താ എഴുതിയേക്കണത്? ഈ അബുൽ കാസിം കുളിക്കണത് എവിടെയാണ്? വൂദു ചെയ്യുന്നത് എവിടെയാണ്? ബുദ്ധവെല്ല്. ഈ ബുദ്ധവെല്ല് ഡെഡ് ബോഡീസ് ഓഫ് ഡോഗ്സ്, മെൻസ്ട്രൽ റാഗ്സ്, ഗാർബേജ് ആർ ത്രോൺ. അപ്പൊ മെൻസ്ട്രൽ റാഗ്സ് അത് പെർമിറ്റഡ് ആണ്, ഡെഡ് ഡോഗ്സ് പെർമിറ്റഡ് ആണ്, ഗാർബേജ് പെർമിറ്റഡ് ആണ്. പക്ഷെ മുള്ളാൻ പാടില്ല. അതില് മുള്ളിക്കഴിഞ്ഞാൽ അത് പ്രശ്നമാണ്. അപ്പൊ ഗാർബേജ് മാത്രമല്ല, ഹ്യൂമൻ എക്സ്ക്രീറ്റയും ഉണ്ട് സുനിൽ ബ്രദറെ. ഉണ്ട്. അപ്പൊ ഈ സാധനങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ അതിൽ മുള്ളാൻ പാടില്ല. അപ്പൊ ഈ വെള്ളം ഉപയോഗിച്ചിട്ടാണ് കുളിക്കണതും വൂദു ചെയ്യണതും. ഇത് ഞാൻ എന്റെ വ്യാഖ്യാനമല്ല, തഫ്സീറും അല്ല, ഇത് ഹദീസാണ്. ഇനി ആദം ഹദീസിനെ വിശ്വസിക്കില്ലോ എന്നാണ് അറിയേണ്ടത്. ഞാൻ എന്റെ കാര്യം പറഞ്ഞു വെച്ചു.
മുഹമ്മദ് അബുൽ ഖാസിം കുളിച്ചിരുന്നത് ഈ ബുദ്ധവെല്ലിലാണ് പ്രാർത്ഥനയെക്കാട്ടും മുമ്പ്. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ഖുറാൻ വായിക്കില്ല, അല്ലെങ്കിൽ ഖുറാൻ കിട്ടണത്. ശരി ബ്രദേഴ്സ്. നിങ്ങൾ ആരെങ്കിലും ഈ ഖുറാനെ ഇവരെ എന്താ പറയുക, ഈ ഓതുന്ന കാര്യം, അറബിയിൽ ഓതുന്ന കാര്യം എന്തുകൊണ്ടാണ് ഇത് മലയാളത്തിൽ ഓതാത്തത് എന്നതിൻ്റെ റീസൺ നിങ്ങൾക്കറിയാമോ? ഖുറാനും അതുപോലെ തന്നെ ഇവർ ഈ പാരായണം ചെയ്യുന്നത് ഇത് മലയാളത്തിൽ പറയാത്തതിൻ്റെ റീസൺ ആർക്കെങ്കിലും അറിയാമോ? അതെ, ഞാൻ കേൾപ്പിക്കാം, സൂക്ഷിച്ച് കേട്ടോണേ. എന്താ പിന്നെ ബാങ്ക് മലയാളത്തിലായിക്കൂടെ? അതെ ചോദ്യം എന്താ പിന്നെ ബാങ്ക് മലയാളത്തിലായിക്കൂടെ? നിസ്കാരം മലയാളത്തിലായിക്കൂടെ? അതിനെപ്പറ്റി നിങ്ങളൊന്ന് മനസ്സിലാക്കുക. നിസ്കാരം എന്തുകൊണ്ട് മലയാളത്തിലാക്കുന്നില്ല? അള്ളാഹു മലയാളി അല്ലാത്തത് കൊണ്ട്. അപ്പൊ മുതലാളിക്ക് ഇത്ര നേരമായിട്ട് മനസ്സിലായോ? നിസ്കാരം എന്തുകൊണ്ടാണ് മലയാളത്തിലാക്കാത്തത്? കാരണം അള്ളാഹു മലയാളി അല്ലാത്തത് കൊണ്ട്. അള്ളാഹു മലയാളി ആയിരുന്നെങ്കിൽ എന്ത് സംഭവിച്ചേനെ? നിസ്കാരം ഇവര് മലയാളത്തിലാക്കിയനെ. പാവ അള്ളാഹുവിന് അറബി മാത്രമേ അറിയത്തുള്ളൂ. അള്ളാഹുവിന് വേറെ ഒരു അക്ഷരം പോലും മലയാളമോ വേറെ ഇതര ഭാഷയിലോ കാര്യങ്ങൾ പുള്ളിക്ക് അറിയത്തില്ല. അതുകൊണ്ടാണ് പുള്ളി ഇത് എന്ത് ചെയ്യാത്തത്. ട്രോൾ ചെയ്യുമ്പോ ഇത് ട്രോള് ഇത് നമ്മളല്ല പറയുന്നത്, ഇത് മുജാഹിദ് ബാലുശ്ശേരി. അതേ കേൾക്കൂ. മലയാളത്തിലായിക്കൂടെ? അതിനെപ്പറ്റി നിങ്ങളൊന്ന് മനസ്സിലാക്കുക. നിസ്കാരം എന്തുകൊണ്ട് മലയാളത്തിലാക്കുന്നില്ല? അള്ളാഹു മലയാളി അല്ലാത്തത് കൊണ്ട്. അപ്പൊ മുതലാളിക്ക് ഇത്ര നേരമായിട്ട് മനസ്സിലായില്ലേ? മലയാളി അല്ലാത്തത് കൊണ്ട്. നിസ്കാരം എന്തുകൊണ്ട് മലയാളത്തിലാക്കുന്നില്ല? അള്ളാഹു മലയാളി അല്ലാത്തത് കൊണ്ട്. ഇവൻ ആംഗ്യ ഭാഷ മനസ്സിലാവൂ. നോക്കിക്കോ. ഇനിയും അള്ളാഹു മലയാളിയാണ്. അള്ളാഹിന്റെ മുമ്പിലാണ് നിസ്കരിക്കുന്നത്. നിസ്കരിക്കുന്നവരുടെ തെക്കുവയും സൂക്ഷ്മതയും അറിയേണ്ടത് ആരാ? അള്ളാഹുവാണ്. ആ അള്ളാഹ്ക്ക് അറബി അറിയാം. അതുകൊണ്ട് നിസ്കാരം പരിഭാഷപ്പെടുന്നില്ല. മനസ്സിലായോ? നിസ്കരിക്കുന്നത് ആരുടെ മുൻപിലാണ്? അള്ളാഹുവിന്റെ മുൻപിൽ. ആ അള്ളാഹുവിന് അറബി മാത്രമേ അറിയത്തുള്ളൂ. അറബി മാത്രം അറിയാവുന്ന അള്ളാഹു ആയതുകൊണ്ട് പാവം ഇവന്മാര് വേറെ ഏത് ഭാഷയിൽ പറഞ്ഞിട്ടോ അള്ളാഹുവിന് ഒരു ചൂക്കും ചുണ്ണാമ്പും പോലും മനസ്സിലാകത്തില്ല. അറബി മാത്രം പറഞ്ഞാലേ മനസ്സിലാകത്തുള്ളൂ. പക്ഷെ ഈ നിസ്കരിക്കുന്ന ഈ അറബി പറയുന്ന ഇവൻ അറബിന്റെ അർത്ഥവും അറിയത്തില്ല. ഇവൻ എന്നാ തേങ്ങയാ പറയുന്നെന്ന് ഇവൻ അതിന്റെ അർത്ഥവും അറിയത്തില്ല. എങ്ങനെയുണ്ട്? ബ്രദറെ, അപ്പൊ ഇവര് മനസ്സിൽ പ്രാർത്ഥിക്കുന്ന അറബിയിലാണ് പ്രാർത്ഥിക്കണേ, മലയാളത്തിൽ മനസ്സിൽ പ്രാർത്ഥിക്കാൻ മനസ്സിൽ പറ്റില്ലല്ലോ. പ്രാർത്ഥിച്ചാലും മനസ്സിൽ അറബി പ്രാർത്ഥിച്ചില്ലെങ്കിൽ അള്ളാഹുവിന് മനസ്സിലാകത്തില്ല സുനിൽ ബ്രദറെ. മനസ്സിൽ ഇവർ അള്ളാഹുവിനെ അറബിയിൽ പ്രാർത്ഥിച്ചില്ലെങ്കിൽ അള്ളാഹുവിന് ഒരു കുന്തവും കിട്ടത്തില്ല. മനസ്സിലിരിക്കുന്ന സാധനം എന്തുവാണെന്നോ വെളിയിൽ വരുന്ന സാധനം എന്തുവാണെന്നോ അറബി പറഞ്ഞില്ലെങ്കിൽ അവിടെ ഇരിക്കുന്ന അള്ളാഹു അർശിന്റെ മേളിൽ ഒറ്റക്കാലനായി ഹാൻഡിക്യാപ്ഡായി വലത് 2 കരങ്ങളുള്ള ദേഹത്ത് മുഴുവനും പൂടെയുള്ള ഈ അള്ളാഹുവിന് മനസ്സിലാകത്തില്ല പോലും. മനസ്സിലായോ? എങ്ങനെയുണ്ട്? നമ്മുടെ ജീവിക്കുന്ന സർവശക്തനായ യഹോവയാം ദൈവം മനുഷ്യരുടെ ഭാഷ കലക്കിക്കളഞ്ഞ ഒരു സന്ദർഭമുണ്ട്. ദൈവത്തിന് മനുഷ്യന്റെ ഭാഷയെ പോലും കലക്കി അവൻ ഇതര ഭാഷ കൊടുക്കുവാനുള്ള കഴിവ് ജീവനുള്ള ദൈവത്തിന്, ബൈബിളിൽ യഹോവയാം ദൈവത്തിനുള്ളപ്പോൾ അറബി മാത്രം അറിയാവുന്ന ഒരു അള്ളാഹു, ആ അറബി മാത്രം നിസ്കരിക്കുന്ന ഒരു കുറെ അടിമകളും. എങ്ങനെയുണ്ട് എന്നൊന്നും ചിന്തിച്ചു നോക്കി. ഇവന്മാർ ഈ പൊട്ടത്തരം പറയുമ്പോൾ പോലും ഇവന്മാർ എടാ ഞാൻ പൊട്ടത്തരമാണ് പറയുന്നത്, ഇത് കേൾക്കുന്നവർക്ക് ബുദ്ധിയുണ്ട്, അവരിത് എടുത്തിട്ട് അലക്കും എന്ന് പോലും ഈ വിവരം കെട്ടവന്മാർ ചിന്തിക്കുന്നില്ലല്ലോ എന്നുള്ളതാ. ഈ മുജാഹിദ് ബാലുശ്ശേരി ഇത് പറയുമ്പോൾ പോലും എടാ ഇത് എന്തോ അവിടെ പെശകുണ്ടല്ലോ. ജീവനുള്ള ദൈവമാണെങ്കിൽ, സർവശക്തനായ ദൈവമാണെങ്കിൽ അവൻ ഏത് മനുഷ്യൻ ഏത് ഭാഷയിലും എങ്ങനെ സംസാരിച്ചാലും, ഇനി സംസാരിച്ചില്ലെങ്കിലും അവന്റെ മനസ്സിൽ ചിന്തിച്ചാൽ പോലും ജീവനുള്ള ദൈവത്തിന് അത് മനസ്സിലാകും എന്നുള്ള കാര്യം ഒന്ന് ചിന്തിക്കാനുള്ള കഴിവ് പോലും ഇവർക്കില്ല. ബൈബിളിൽ പറയുന്നത് എന്താണ്? ദൈവം മനുഷ്യന്റെ ഹൃദയങ്ങളും അന്തരങ്ങളിലുള്ള കാര്യങ്ങളെ പോലും അറിയുന്നവനാണെന്നാണ് ബൈബിൾ പറയുന്നത്. മനുഷ്യൻ ചിന്തിക്കുന്ന കാര്യം ദൈവം അറിയുന്നു
അവൻ സംസാരിക്കുന്നത് പോലും സംസാരിക്കേണ്ട ആവശ്യമില്ല, അതുപോലും ദൈവം അറിയുന്നു. കാരണം ശമൂവേലിൻ്റെ അമ്മ ശമൂവേലിനെ പ്രസവിക്കുന്നതിന് മുൻപേ ആഹ് ആഹ് ഈ എന്തുവാ പോയി പ്രാർത്ഥനയ്ക്കിരിക്കുമ്പോൾ ഹന്ന പ്രാർത്ഥിക്കുമ്പോൾ ഹന്നയുടെ വായിന്ന് ശബ്ദമൊന്നും വന്നില്ല. അവള് കരഞ്ഞോണ്ട് നെടുവീർപ്പിട്ടുകൊണ്ടാണ് അവള് പ്രാർത്ഥിച്ചത്. ഈ പ്രാർത്ഥന കേട്ട ദൈവം ഹന്നയുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കൊടുക്കുന്നു. ആ പ്രാർത്ഥന ഉത്തരമായിട്ടാണ് ശമൂവേൽ എന്ന ബാലനെ കിട്ടുന്നത്. അപ്പൊ ജീവനുള്ള ദൈവം മനുഷ്യന്റെ ഹൃദയത്തിലുള്ള ആ ഒരു നെടുവീർപ്പും ആ ഒരു വേദന പോലും അവൻ ഏത് ഭാഷയിൽ സംസാരിച്ചില്ലെങ്കിലും ജീവനുള്ള ദൈവത്തിന് അത് മനസ്സിലാകും. പക്ഷെ ഈ അറബി മാത്രം അറിയാവുന്ന ഈ പേട്ട അറബി ദേവന് അതറിയത്തില്ല. ഇതേ ഒന്നുകൂടെ കേട്ടോ, ഇത് ആരുടെ ശബ്ദമാണെന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞോണം. പണ്ട് ഒരുത്തന്റെ കഴുത്തറക്കുന്നതും അത് കാരുണ്യമാണ് എന്ന് പറഞ്ഞ മുജാഹിദ് ബാലുശ്ശേരിയുടെ ശബ്ദമായത്. ദേ അള്ളാഹുവിന് അറബി അറിയാം, പക്ഷെ അടിമകൾക്ക് അറബി അറിയത്തില്ലല്ലോ. ഈ അടിമയ്ക്ക് അറബി അറിയത്തില്ലല്ലോ. അടിമയ്ക്ക് അറബിക്കകത്തെ ഒരു തേങ്ങയും അറിയത്തില്ലല്ലോ. പിന്നെങ്ങനാ അതിനകത്തൊരു വാലിഡ് പോയിന്റ് ഉണ്ട്. സാറ സിസ്റ്റർ ചോദിച്ചതിൽ ഒരു വാലിഡ് പോയിന്റ് ഉണ്ട്. സോ ഓൾ അവർ മലയാളം ഡിബേറ്റ്സ് അല്ലാഹ് ഡിഡ്ന്റ് അണ്ടർസ്റ്റാൻഡ്. അത് സത്യമാണ്. നമ്മൾ ഈ മലയാളത്തിൽ എടുത്തിട്ട് അള്ളാഹുവിനെ എടുത്തിട്ട് അലക്കുന്നതും മുഹമ്മദിനെ എടുത്തിട്ട് അലക്കുന്നതും ഒന്നും ആർക്കറിയത്തില്ല. അള്ളാഹുവിന് അറിയത്തില്ല. കാരണം അള്ളാഹുവിന് അറബി മാത്രമേ അറിയൂ. അപ്പൊ അള്ളാഹുവിനെ അറിയിക്കാൻ വേണ്ടി അല്ലല്ലോ നമ്മൾ മലയാളത്തിൽ പറയുന്നത്, നമ്മുടെ കൂട്ടുകാർക്ക് വേണ്ടിയല്ലേ പറയുന്നത്. അപ്പൊ കൺഫേംഡ് ആയിട്ട് രണ്ട് കാര്യത്തില് നമ്മുടെ ലാഹ് ഫെയിലായി. ഒന്ന് കുട്ടിനെ ജനിപ്പിക്കാനും അടുത്തത് ലാംഗ്വേജസ് അറിയാനും. രണ്ട് കാര്യത്തിൽ ഫെയിലാ. നസ്രീം വളരെ പ്രൈസിലോട്ട്. ഇവിടെ വേറെ ആരും ഇല്ലായിരുന്നു. അപ്പോഴത്തേക്ക് സംസാരിക്കാൻ ആരും ഇല്ലെന്ന് കണ്ടിട്ടാണ് ആദാം കയറി വന്നത്. ആദാം നേരത്തെ കയറി വന്നില്ല. നേരത്തെ സാറ് ഇരിക്കുമ്പോഴൊക്കെ ചോദിച്ചു നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ മോളി വരാൻ. ആ സമയത്ത് ആരും വന്നില്ല. അപ്പം ഇവിടെ നോക്കിയപ്പം പാവപ്പെട്ട നമ്മളൊക്കെ ഉള്ളു ഇവിടെ ഉള്ളത്. ഞാൻ സത്യത്തില് ഞാൻ കിടന്നതാ. വീട്ടിൽ ഇരുന്ന് സംസാരിക്കാൻ വയ്യാത്ത അവസ്ഥ. ഞാൻ പിന്നെ മുകളിൽ വന്നിരുന്ന സംസാരിക്കുന്നത്. എന്തായാലും ബുദ്ധിമുട്ടി ആവശ്യമില്ലായിരുന്നു. കാരണം നമുക്ക് പറയാനുള്ള മറുപടി ഉള്ളായിരുന്നു. കാരണം ഈ പുള്ളി വളരെ ഈ ആട്ടിൻ തോൽ അണിഞ്ഞ ചെന്നായി എന്ന് പറയത്തെ എന്ന് പറഞ്ഞവരാണ് വന്നത്. അത്രയ്ക്ക് ഈ പുള്ളി നേരത്തെ വന്ന് സംസാരിച്ചിട്ടുണ്ട്, എനിക്കറിയാം. കാരണം ഈ അധിക ഭവ്യതയുള്ള ആൾക്കാരെ നമുക്ക് സൂക്ഷിക്കണമെന്നാണ് പറയുന്നത്. പുള്ളിയുടെ സാറേ വിളിയും ആ വിളിക്കുന്നതിനകത്ത് എന്താണെന്ന് നമുക്കറിയാമല്ലോ. പിന്നെ ഈ പുള്ളി പറഞ്ഞത് അജമുജാനൊരു ആയത്തിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അത് യുദ്ധസാഹചര്യത്തിൽ ചുമ്മാതെ അങ്ങനെ പറഞ്ഞ കാര്യമാണെന്ന്. കുറച്ച് മുമ്പേ നമ്മൾ കേട്ടതേ ഉള്ളൂ. ഈ 9, 8, 5 ഒക്കെ യുദ്ധസാഹചര്യത്തിൽ ഇറങ്ങിയതല്ല എന്നുള്ളത്. അപ്പോൾ അവിടെയും കള്ളം മതം അള്ളാഹുവിന് വേണ്ടി ആകുന്നത് വരെ യുദ്ധം ചെയ്യാൻ പോകുന്നത് ഏത് യുദ്ധ സമയത്താണ് ഉള്ളത്? അതൊക്കെ അധ്യാപകർ ഇവിടെ ഇരുന്ന് പറഞ്ഞോണ്ടിരിക്കുന്നതല്ലേ. 5 ജെയിംസ് സാർ വന്നായിരുന്നു. അന്നേരം തന്നെ പിന്നെ ഇടയ്ക്ക് കയറി വന്നു. അപ്പോഴത്തേന് നസ്രീം ബദറും വർഗീസ് സാറും ഉണ്ടായിരുന്നു. ജെയിംസ് സാർ കേൾക്കുന്നുണ്ടോ? ജെയിംസ് സാറുണ്ട്. ഞാനും കേട്ടോണ്ടിരിക്കുക. ഈ ഡിസ്കഷൻ എന്ന് പറയുന്നേ ഇസ്ലാമും ക്രിസ്ത്യാനിറ്റിയും തമ്മിലുള്ള ആ വ്യത്യാസത്തെ ഹൈലൈറ്റ് ചെയ്യുന്ന ഒരു ഡിസ്കഷനാണ്. അവര് ആകപ്പാടെ അവകാശപ്പെടുന്ന ബാഹ്യമായിട്ടുള്ള ശുദ്ധീകരണമേ ഉള്ളൂ. അത് തന്നെ ഇപ്പം കേട്ടതിന്റെ അടിസ്ഥാനത്തിൽ അതും വെറും കളവാണെന്നുള്ളത് തീർച്ചയാണ്.
ഡസൻ കണക്കിന് ഭാര്യമാരുടെ അടുത്ത് കുളിക്കാതെ ബന്ധപ്പെടുന്ന വിദ്വാന്റെ മതത്തിന് ബാഹ്യമായ ശുദ്ധീകരണം ഉണ്ടെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ നേരത്തെ നസ്രീൻ ബ്രോ പറഞ്ഞ പോലുള്ള കുളത്തിൽ നിന്ന് കുളിക്കുകയും ശുദ്ധി ചെയ്യുകയൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് ബാഹ്യമായ വിശുദ്ധി ഉണ്ടെന്ന് പറഞ്ഞാൽ സ്വീകരിക്കാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. ജെയിംസ് സാറേ, സുനിൽ ഡോക്ടറാ പറഞ്ഞേ, ഞാനതെടുത്ത്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പം ബാഹ്യമായിട്ടുള്ള വാസ്തവത്തിൽ ശുദ്ധിയൊന്നും ഇല്ല, അത് വേറൊരു മിത്താണ്. പക്ഷേ ഇവരുടെ സ്കീം ഓഫ് തിങ്സ് മുഴുവൻ ബാഹ്യമാണ്. പിശാചിനെ കല്ലെടുത്തെറിയുകയും നക്ഷത്രം കൊണ്ട് എടുത്തെറിയുകയും ഒക്കെ ചെയ്യുന്ന ആളുകളാണ്. ഇവരുടെ പാപമോചന മാർഗവും അത് തന്നെയാണ്, എക്സ്റ്റേണലാ. ഒരു മനുഷ്യനെ ഹൃദയത്തിൽ സമ്പൂർണമായിട്ടും ചേഞ്ച് ചെയ്യാൻ ഇവർക്ക് ഒരു കാര്യവുമില്ല. ഇവരുടെ പുസ്തകത്തിൽ ബൈബിൾ ഈസ് ഡിഫറെന്റ്. ബൈബിളില് ഏത് സിന്നറിനെയും വിശുദ്ധനാക്കി മാറ്റാനുള്ള മാർഗം അത് വളരെ യുക്തിസഹമായിട്ട് നമുക്ക് മനസ്സിലാകാവുന്ന തരത്തിൽ ദൈവം ഒരുക്കിയ ആ മാർഗത്തെക്കുറിച്ച് ബൈബിള് പറയുന്നുണ്ട്, ഏത് പൊട്ടനും മനസ്സിലാകത്തക്ക വിധത്തിൽ. യെശയ്യാ പ്രവചനം 1-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, വരുവീൻ, നിങ്ങളുടെ പാവം രക്താംബരം പോലെ ചുവപ്പാണെങ്കിലും ഞാൻ പഞ്ഞി പോലെ വെളുപ്പിച്ചു തരാം. എത്രയൊരു പാപിയാണെങ്കിലും നിന്നെ ഞാൻ വിശുദ്ധനാക്കി മാറ്റാം. കാരണം പാപമോചനത്തിനായിട്ട് വേണ്ട പാപപരിഹാരത്തിനുള്ള സമ്പൂർണ്ണ പാപപരിഹാര ബലി ആ കാൽവറി ക്രൂശില് നമുക്ക് പകരമായിട്ട് യേശുക്രിസ്തു നടത്തി. അതുകൊണ്ട് ഇന്ന് ഏതൊരു മനുഷ്യനും എത്ര പാപിയായാലും സമ്പൂർണ്ണ പാപപരിഹാര ബലി സ്വർഗത്തിലെ ദൈവം ക്രൂശിൽ നടത്തി കഴിഞ്ഞു. അതുകൊണ്ട് ബൈബിളില് ഏതൊരു മനുഷ്യന്റെയും പാപം മോചിക്കാനുള്ള മാർഗം ബൈബിള് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. എത്ര ക്രൂരനായാലും എത്ര കിരാതനായാലും. നമ്മള് യെശയ്യാ പ്രവചനം 64-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്, മനുഷ്യന്റെ സൽപ്രവൃത്തികളൊക്കെ കറവരണ്ട തുണി പോലാണ്. നമ്മൾ എത്ര പുറമേ ശുദ്ധീകരിച്ചാലും എത്ര നന്മ ചെയ്താലും അതെല്ലാം ദൈവം കാണുമ്പോൾ ഫിൽത്തി റാക്സ് ആണ്, കറവരണ്ട തുണി പോലെ, ഒരർത്ഥവുമില്ലാത്ത കാര്യമാണ്. അതിന്റെ കാരണം യേശുക്രിസ്തു നേരിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. മർക്കോസിന്റെ സുവിശേഷം 7-ന്റെ 21-ാം അധ്യായത്തിൽ 20 തൊട്ട് വായിക്കാം. മാർക്ക് 7:20, മനുഷ്യനിൽ നിന്ന് പുറപ്പെടുന്ന അത്രയും മനുഷ്യനെ അശുദ്ധനാക്കുന്നത്. അകത്തുനിന്ന് മനുഷ്യരുടെ ഹൃദയത്തിൽ നിന്ന് തന്നെ ദുശ്ചിന്ത, വ്യഭിചാരം, പരസംഗം, കൊലപാതകം, മോഷണം, അത്യാഗ്രഹം, ദുഷ്ടത, ചതി, ദുഷ്കർമ്മം, വിടക്കുകണ്ണ്, ദൂഷണം, അഹങ്കാരം, മൂഢത എന്നിവയെ പുറപ്പെടുന്നു. ഈ ദോഷങ്ങളെല്ലാം അകത്തുനിന്ന് പുറപ്പെട്ട് മനുഷ്യനെ അശുദ്ധനാക്കുന്നു എന്നും അവൻ പറഞ്ഞു. അപ്പം മനുഷ്യനെ അശുദ്ധനാക്കുന്ന അവന്റെ പാപ സ്വഭാവമാണ്, ആ നേച്ചറാണ്. അത് അകത്തുനിന്ന് വരികയാണ്. അതാണ് അവനെ വാസ്തവത്തിൽ അശുദ്ധനാക്കുന്നത്. അല്ലാതെ ഒരു കീറി പറഞ്ഞ നിക്കറിട്ടതോ അല്ലെ പാൻസ് ഇട്ടതോ അല്ലെങ്കിൽ ഇതൊന്നും അല്ല അതിനകത്തെ വിഷയം. ഇതൊന്നും അല്ല മനുഷ്യനെ അശുദ്ധനാക്കുന്നത്. മനുഷ്യനെ അശുദ്ധനാക്കുന്നത് അവന്റെ പാപ സ്വഭാവമാണ്. ആ പാപ സ്വഭാവം അവന്റെ ഹൃദയത്തിൽ നിന്ന് ഉളവാക്കുന്ന ഇതുപോലെയുള്ള കഠിനമായ പാപങ്ങളാണ്. പക്ഷെ ഖുർആൻ ഇതിനെക്കുറിച്ച് പറയാനായിട്ട് പറ്റത്തില്ല. കാരണം അവരുടെ ദൈവം തന്നെ ശരീരദാനത്തെക്കുറിച്ചൊക്കെ സംസാരിക്കുന്ന ദൈവമാണ്. പ്രവാചകന് ഇഷ്ടമുള്ള സ്ത്രീകളൊക്കെ ശരീരദാനം ചെയ്യുക. ഈ ബ്രാൻഡിക്കടയുടെ മുന്നിൽ ഇത് മേടിക്കാൻ വരുന്ന ഒരു ക്യൂ നിൽക്കുന്നത് പോലെ ശരീരദാനത്തിനായിട്ട് വലിയ ക്യൂ പ്രവാചകന്റെ വീടിന്റെ മുന്നിൽ നിൽക്കുക, അതിൽ ഇഷ്ടമുള്ളവരെ സ്വീകരിക്കുക. അങ്ങനെ പറയുന്ന ഒരു മ്ലേച്ഛത പഠിപ്പിക്കുന്ന ഒരു ഒരു രംഗത്ത് അല്ലെങ്കിൽ ഒരു 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 പുസ്തകത്തിന് അകമേയുള്ള വിശുദ്ധിയെക്കുറിച്ച് ഒന്നും പറയാനായിട്ട് കഴിയത്തില്ല. അപ്പൊ ഞാൻ പറയാൻ ഉദ്ദേശിച്ച ഇതാണ്, ബൈബിളിന് ഒരു രക്ഷാമാർഗമുണ്ട്. ബൈബിള് വെളിപ്പെടുത്തുന്ന ഒരു രക്ഷാമാർഗമുണ്ട്. അത് യുക്തിസഹമായിട്ട് ഏതു മനുഷ്യനും സ്വീകരിക്കാവുന്ന ഒരു രക്ഷാമാർഗമാണ്. ലോകത്തിലെ ഏതൊരു മനുഷ്യൻ ചെയ്ത എത്ര ക്രൂരമായ എത്ര കഠിനമായ പാപത്തിനും ഉള്ള ശിക്ഷയേക്കാൾ അധികം വിശുദ്ധനായ സർവജ്ഞാനിയായ യേശുക്രിസ്തു ക്രൂശിക്കപ്പെട്ടപ്പോൾ അനുഭവിച്ചു കഴിഞ്ഞു. ഇനി ഏതൊരു മനുഷ്യന്റെയും പാപത്തിനുള്ള പരിഹാരം യേശുക്രിസ്തുവിന്റെ ക്രൂശിലൂടെ സംഭവിച്ചു കഴിഞ്ഞു. ഇന്നൊരു മനുഷ്യൻ ദൈവസന്നിധി ചെയ്യേണ്ടത്, ഞാനൊരു പാപിയാണ്, എൻ്റെ പാപങ്ങൾക്ക് പകരമായിട്ട് യേശുക്രിസ്തു മരിച്ചു, ഞാൻ യേശുക്രിസ്തുവിനെ എൻ്റെ കർത്താവായി സ്വീകരിക്കുന്നു. ഈ 3 കാര്യങ്ങൾ സമ്മതിച്ചു കഴിയുമ്പോൾ സമ്പൂർണമായിട്ടും അവന്റെ പാപം മോചിപ്പിക്കപ്പെടുക. ഇവിടെ പുറത്തെ നിക്കറും അല്ലെ പാൻസോ അല്ലെ ചെളി പറ്റി എന്നുള്ളതോ കൈ കഴുകി എന്നുള്ളതോ കൈ കഴുകിയില്ലെന്നുള്ളതോ ഇതൊന്നും അല്ല വിഷയം. ഒരു മനുഷ്യനെ
പാപിയാക്കുന്നത് അവൻ്റെ പാപസ്വഭാവമാണ്. ആ പാപസ്വഭാവം അവൻ്റെ ഹൃദയത്തിൽ നിന്ന് വരുത്തുന്ന അവൻ്റെ ചിന്തകളും പ്രവൃത്തികളും ഒക്കെ തന്നെയാണ് അവനെ പാപിയാക്കുന്നത്. അതിന് പരിഹാരമാർഗം എവിടെയെങ്കിലും ഉള്ളത് ബൈബിളിൽ മാത്രമാണ്. നമ്മൾ പാപികളായിരുന്നപ്പോൾ നമ്മുടെ പാവങ്ങൾക്ക് പകരമായിട്ട് ഒരു വലിയ കടക്കാരന്റെ കടം വേറൊരാൾ കൊടുത്തു തീർക്കുന്നത് പോലെ നമ്മുടെ പാപത്തിന്റെ സകല ശിക്ഷയും യേശുക്രിസ്തു നമുക്ക് പകരമായിട്ട് ആ ശിക്ഷ ഏറ്റു. ഇന്ന് ഏതെങ്കിലും ഒരു മനുഷ്യൻ അത് വിശ്വസിക്കുകയും സ്വീകരിക്കുകയും ചെയ്താൽ അവന് പാപമോചനമുണ്ട്. ഈ വിശ്വസിക്കുകയും സ്വീകരിക്കുകയും ചെയ്യേണ്ടതിന്റെ ആവശ്യം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ സ്വതന്ത്ര ഇച്ഛാശക്തി ഉള്ളവരായതുകൊണ്ട് നല്ല കാര്യങ്ങൾ പോലും നമ്മൾ നമ്മുടെ ഫ്രീ വില്ല് ഉപയോഗിച്ച് സ്വീകരിക്കണമെന്ന് ദൈവത്തിന് നിർബന്ധമുണ്ട്. അതുകൊണ്ടാണ് വിശ്വസിക്കണമെന്നുള്ള കണ്ടീഷൻ വെച്ചിരിക്കുന്നത്. അപ്പൊ ഇന്ന് ഫ്രീ വില്ലുള്ള ഏത് മനുഷ്യനും എത്ര പാപിയാണെങ്കിലും എത്ര കൊള്ളരുതാത്തവനായാലും സാക്ഷാൽ മുഹമ്മദിനെ പോലുള്ളവരാണെങ്കിൽ പോലും പരിഹാരമാർഗമുണ്ട്. ഈ യേശുക്രിസ്തുവിന്റെ അടുത്തേക്ക് വരണം, ഞാനൊരു പാപിയാണെന്ന് സമ്മതിക്കണം, എൻ്റെ പാപങ്ങൾക്ക് പകരമായിട്ട് സമ്പൂർണ്ണ വിടുതലിന് വേണ്ടിയുള്ള ശിക്ഷ മുഴുവൻ എനിക്ക് പകരമായിട്ട് യേശുക്രിസ്തു ക്രൂശിൽ സഹിച്ചു എന്ന് സമ്മതിക്കണം. ഇനിയും യേശുക്രിസ്തുവിനായി ജീവിച്ചു കൊള്ളാം, അല്ലെങ്കിൽ യേശുക്രിസ്തുവാണ് ഇനി എൻ്റെ യജമാനൻ അല്ലെങ്കിൽ കർത്താവ്, യേശുക്രിസ്തുവിന്റെ ഉപദേശങ്ങൾ ബൈബിളിലുണ്ട്, അതനുസരിച്ച് ഞാൻ ജീവിച്ചു കൊള്ളാം എന്നൊരു തീരുമാനമെടുത്താൽ ലോകത്ത് ഏതു മനുഷ്യനും പാപമോചനവും വിശുദ്ധിയും ലഭിക്കും എന്നുള്ളതിനൊരു സംശയവുമില്ല. അപ്പൊ ഇത് വാസ്തവത്തിൽ ഇസ്ലാമും ക്രിസ്ത്യാനിറ്റിയും തമ്മിലുള്ള ആ വ്യത്യാസത്തെക്കുറിച്ച് വെളിപ്പെടുത്തുന്ന ഒരു ചർച്ചയാണ്. ആഡം നേരത്തെ അലി പാസ്റ്റർ അത് ഭംഗിയായിട്ട് പറഞ്ഞു. അത് കഴിഞ്ഞിപ്പോഴ് നസ്രീൻ ബ്രദറും സുനിൽ ബ്രദറും അച്ഛനും ഒക്കെ നന്നായിട്ട് പറഞ്ഞു. അത് വെളിപ്പെടുത്തുന്ന ഈ രണ്ട് ഗ്രന്ഥങ്ങളും തമ്മിലുള്ള വ്യത്യാസം വെളിപ്പെടുത്തുന്ന മനോഹരമായ ഒരു ഡിസ്കഷൻ ആയിരുന്നു. അതുകൊണ്ട് ആഡമിനോട് എനിക്ക് പേഴ്സണലി നന്ദിയുണ്ട്. കാരണം ഈ ബൈബിളിന്റെ വ്യത്യാസം ഇത് അകമേ ഭേദപ്പെടുത്തുന്നതാണ്. അതേസമയത്ത് ഖുറാനാണെങ്കിൽ പുറമേ ഭേദപ്പെടുത്തുകയാണെന്ന് പറയുകയും ലോകത്തിലെ സകല കൊള്ളരുതാഴികളും അനുവദിക്കുകയും ചെയ്യുന്ന ഒരു ഗ്രന്ഥമാണ്. അപ്പൊ ഇത് തമ്മിൽ യാതൊരു താരതമ്യവുമില്ല എന്നുള്ള കാര്യം ഇന്നത്തെ ചർച്ച വളരെ മനോഹരമായിട്ട് പുറത്തു കൊണ്ടുവന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. താങ്ക് യു ജെയിംസ് സാറേ. നസ്രീം ബ്രദർ കേൾക്കുന്നുണ്ടോ? നസ്രീം ബ്രദർ പിന്നെ ആ ചോദ്യം ചോദിച്ചപ്പോൾ ഞാനിങ്ങനെ പറയാൻ വന്നതാണ്. അറബി ദേവനല്ലേ, അപ്പോൾ അറബിയല്ലേ മനസ്സിലാകത്തെന്ന് പറയാം. പക്ഷെ പിന്നെ എനിക്കൊരു ഡൗട്ട് തോന്നി, വേറെ എന്തെങ്കിലും കാര്യം പറയാൻ വരുന്നതാണോ എന്ന്.